അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഈ ബഹുജന സദസ്സ് നിങ്ങളുടെ എല്ലാം അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെയും തികഞ്ഞ അഭിമാനത്തോടെയും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. ആമുഖമൊന്നും പറയാതിരുന്നത് സ്വാഗത പ്രസംഗകൻ സഖാവ് വാഴയിൽ ഒന്നോ രണ്ടോ വാചകത്തിലാണെങ്കിലും വ്യക്തമായി അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ശേഷം നമ്മുടെ LDFിൻ്റെ ജില്ലാ മണ്ഡലം നേതാക്കൾ ഈ വേദിയിൽ സന്നിഹിതരാണ്. അവർ നമ്മോട് സംസാരിക്കാനുമുണ്ട്. അതുകൊണ്ട് ആവർത്തിച്ചു പറയേണ്ടതില്ല എന്നതുകൊണ്ടാണ് ആമുഖം ഒഴിവാക്കിയത്. ഈ കൂട്ടായ്മ എന്തിനാണ് എന്നറിയാത്തവരായി നമ്മളിൽ ആരുമില്ല, എതിരാളികളിൽ ആരുമില്ല. അതുകൊണ്ട് അത് വിശദീകരിക്കേണ്ട ഒരു കാര്യമല്ല. എന്നാലും നമുക്ക് തന്നെ ചില കാര്യങ്ങളിൽ ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. കേരളീയർക്കാകെയും ഇടതുപക്ഷക്കാർക്കു തന്നെയും. അതു സംബന്ധമായി LDFിൻ്റെ നിലപാടുകൾ ചുരുക്കി സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൈക്കാരം പോയോ? ചാടിക്കാൻ പോയോ? ഒന്നാമത്തെ കാര്യം, നാം വിളിക്കുന്ന മുദ്രാവാക്യം, നാം വിളിച്ചുകൊണ്ടേയിരിക്കുന്ന മുദ്രാവാക്യം കേന്ദ്ര അവഗണനയ്ക്കെതിരെ എന്നതാണ്. നമ്മളത് മാറ്റേണ്ട സമയമായി. അവഗണന അവരവസാനിപ്പിച്ചതുകൊണ്ടല്ല മാറ്റുന്നത്. ഇത് അവഗണനയല്ല, പിന്നെയോ കണ്ണിൽ ചോരയില്ലാത്ത കടുത്ത പ്രതികാരമാണ്. അതുകൊണ്ട് അങ്ങനെ മാറ്റണം നമ്മുടെ മുദ്രാവാക്യം. തങ്ങളല്ലാത്ത ഭരണക്കാർക്കെതിരായി ഒപ്പം നിൽക്കാത്തവരെ, ആ മൈക്കാരോടൊന്നും ഇവിടെ ചാടിക്കാൻ പോയോ? ഒപ്പം നിൽക്കാത്തവരെ ഒറ്റുകാരാക്കുന്ന സമീപനമാണ് നമ്മുടെ നാട്ടിൽ കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. വിയോജിപ്പ് പറയുന്നവരെ വിരോധികളാക്കി ചിത്രീകരിക്കുകയും അവസാനിപ്പിച്ച് കളയുകയുമെന്ന വിധ്വംസക രാഷ്ട്രീയമാണ് അവർക്കിഷ്ടം. കുറേ മാർഗങ്ങൾ അവിടെ സ്വീകരിക്കും. ഞങ്ങളോടൊപ്പം നിൽക്കാത്തവരെ ഞങ്ങൾ ശ്വാസം മുട്ടിക്കും, വായ പൊത്തിപ്പിടിക്കും, മൂക്കടച്ചു പിടിക്കും, കഴിയുമെങ്കിൽ കണ്ണ് കെട്ടും, പറ്റുമെങ്കിൽ ചെവി പൊത്തും. ഇതവരുടെ സമീപനമാണ്. 2, ഒപ്പം നിൽക്കാൻ പ്രേരിപ്പിക്കുന്നവരെ പരമാവധി കൂട്ടത്തിൽ ചേർക്കാൻ പ്രലോഭനങ്ങൾ നടത്തും. വിശദാംശങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഒരാഴ്ച മുമ്പാണ് ബീഹാറിൽ നിതീഷ് കുമാറിനെ അധികാരിയായി അവരോധിച്ചത്. ഇപ്പുറത്തായിരുന്നു അങ്ങേര്, അപ്പുറത്തേക്ക് ചാടിയതാ. അയാളെപ്പറ്റി ഞങ്ങളൊന്നും പറയണ്ടെന്നാ LDF തീരുമാനിച്ചത്. കാരണം എന്താ വെച്ചാൽ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വന്നാലോ, വെറുതെ പറഞ്ഞത് ബാക്കിയാവണ്ടല്ലോ. മുസ്ലിം ലീഗുകാരനാണെങ്കിലും CH മുഹമ്മദ് കോയ പണ്ട് വടകരയിലെ ഒരു മുസ്ലിം ലീഗ് നേതാവ് കൂറുമാറിയതിനെക്കുറിച്ച് ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചത് കാരണവന്മാർ പറഞ്ഞു കേട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അത് നിങ്ങളോട് പറയാം. നിതീഷ് കുമാറിന് നന്നായി ചേരും അത്. ഈ കൂറുമാറിയവൻ ഇടയ്ക്കിടയ്ക്ക് കൂറുമാറുന്നവനാ നിതീഷ് കുമാറിനെ പോലെ. അപ്പോൾ CH പറഞ്ഞു, ഇവൻ ഇവിടുന്ന് അങ്ങോട്ട് ചാടും, അവിടുന്ന് ഇങ്ങോട്ട് ചാടും, ഇവിടുന്ന് അങ്ങോട്ട് ചാടും, അവിടുന്ന് ഇങ്ങോട്ട് ചാടും. ഇവന്റെ കാലിൽ ഒരു ഉണ്ടനൂല് കെട്ടിക്കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു തോർത്തുണ്ടാവുമായിരുന്നു എന്നാ ചാടിയിട്ട്. നിതീഷ് കുമാർ ഏതാണ്ട് ആ പരുവത്തിലാണ് എന്ന് നിങ്ങൾക്കറിയാം. അതല്ല നമ്മുടെ വിഷയം, ഞാൻ ഓടിച്ചു പറഞ്ഞു എന്നേ ഉള്ളൂ. മനോരമ പറഞ്ഞത് BJPയുടെ ചാണക്യതന്ത്രം വിജയം കണ്ടു എന്നാണ്. മാതൃഭൂമി അതെ, ഏഷ്യാനെറ്റും റിപ്പോർട്ടറും ഒക്കെ എങ്ങനെയാ പറഞ്ഞത്. ഒരക്ഷരം മാറ്റിയാൽ നമുക്കൊരു ചെറിയ വ്യത്യാസം വരുത്തി ആലോചിക്കാം. ചാണകതന്ത്രം എന്നാണെങ്കിൽ ചാണക്യ എന്ന് വേണ്ട. പണ്ടിതിനു പറയാ ചാക്കിട്ടുപിടുത്തം, കുതിരക്കച്ചവടം, തോന്നിവാസം, തെമ്മാടിത്തരം, തെണ്ടിത്തരം എന്നൊക്കെയാണ്. ഇപ്പം പുതിയ ഭാഷ്യം വരുന്നത് ചാണക്യതന്ത്രം, ഓപ്പറേഷൻ ലോട്ടസ് എന്നൊക്കെയാണ്. എന്തെങ്കിലാട്ടെ, ഈ രാഷ്ട്രീയം നാം നന്നായി മനസ്സിലാക്കണം. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ തല്ലി ഒതുക്കാൻ നോക്കുക,
തങ്ങളോടൊപ്പം ചേർക്കാൻ പ്രലോഭനം നടത്തുക, പണം, നുണ, മദ്യം, മദിരാക്ഷി എന്തും കൊടുക്കുക, അല്ലാത്തവരെ ഭീഷണിപ്പെടുത്തുക. അതാണിപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ നടക്കുന്നത്. ED വരിക നിങ്ങൾ കേട്ടില്ലേ? പണ്ട് ചെറിയ കുട്ടിയായിരുന്നപ്പം ഭക്ഷണം കഴിക്കാതിരുന്നാൽ എൻ്റെ അമ്മൂമ്മ പറഞ്ഞ് പേടിപ്പിച്ചിരുന്നത് പല്ലുമ്മത്തൊപ്പമുള്ള ചേർത്താൻ വരുന്ന. അപ്പം അങ്ങനെയല്ല, ഇപ്പം ED വരുന്ന. ഞാനതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നില്ല. EDയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് കോൺഗ്രസ്സുകാരെങ്കിലും ആലോചിക്കണം. അവരോടല്ലേ നമുക്ക് പറയാൻ പറ്റും. ചിലയിടത്ത് അത് ചക്കരയാണ്, ചിലയിടത്ത് അത് കൊപ്പരയാണ് കോൺഗ്രസ്സുകാർക്ക്. മനസ്സിലായില്ലേ നിങ്ങൾക്ക് പറഞ്ഞത്? തോമസ് ഐസക്കിനെ പിടിക്കുമ്പോൾ നല്ലതാ ED. രാഹുൽ ഗാന്ധിയെയോ സോണിയാഗാന്ധിയെയോ റോബർട്ട് വധേരയെയോ തൊടുമ്പം അയ്യേ മോശം, വൃത്തികെട്ടവന്മാരാ ED. ഈ ഇരട്ടത്താപ്പുണ്ട്. എൻ്റെ നാട്ടിലൊരു ഹുസൈനാജി ഉണ്ടായിരുന്നു. വലിയ പൈസക്കാരനായിരുന്നു. ഷീട്ട് കളി, ഗുണ്ടായിസം, കള്ളുകുടി ഒക്കെ ആയിട്ട് പാപ്പരായിപ്പോയി. ഒടുക്കം കാലാവുമ്പോൾ അസുഖമായിട്ട് കട്ടിൽ കിടന്നുപോയി. വേറെ കുരുത്തക്കെടൊന്നുമില്ല, അങ്ങനത്തെ ചില കുഴപ്പം കൊണ്ടാണ് നശിച്ചു പോയത്. 3 ആമക്കളാണ് ഉസ്മാനാജിക്ക്. മരിക്കാനായി എന്ന് തോന്നിയ ഉസ്മാനാജി പേരക്കുട്ടിയെ വിട്ട് വിളിപ്പിച്ചിട്ട് പള്ളിയിൽ ഉസ്താദിനെ കട്ടിലിൻ്റെ അടുത്തേക്ക് വരുത്തിച്ചു. 3 ആമക്കളും നിന്നു. അങ്ങനെ 4 ആള്. ഉസ്മാനാജി കിടക്കുക. ഉസ്താദിന്റെ കൈ പിടിച്ചിട്ട് ഉസ്മാനാജി പറഞ്ഞു, മരിച്ചു മൈസറയിൽ ചെന്നാൽ പരലോകത്തെത്തിയാൽ സ്വസ്ഥത ഉണ്ടാവണം, കുരുത്തക്കേടൊന്നും ഇവിടെ അവശേഷിപ്പിച്ചുകൂടാ, കൊടുത്തു തീർക്കാനൊന്നും കഴിയില്ല കടം, പക്ഷെ പറഞ്ഞു വെക്കണല്ലോ മക്കളോട് ബാപ്പ അങ്ങനെ കൊടുക്കാനുണ്ട് എന്ന്, ഇല്ലെങ്കിൽ ബാധ്യതയാവും, അള്ളാഹു താല ശിക്ഷിക്കും. അങ്ങനെ മൂപ്പര് കടം കൊടുക്കാനുള്ള ഒരു ലിസ്റ്റ് പറയാൻ തുടങ്ങി. ഉസ്താദ് പറഞ്ഞു, മൂത്ത മോൻ ഉമ്മറിനോട് ഒരു പെൻസിലും ഒരു പേനയും ഒരു പുസ്തകം എടുത്തോ, ബാപ്പച്ചി പേര് പറയുന്നുണ്ട്, നമ്മൾ എഴുതി വെക്കുക, കഴിയുമ്പം കൊടുക്കാലോ. ഉസ്മാൻ പുസ്തകവും പെന്നുമായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഉസ്മാനാജി കടം കൊടുക്കാനുള്ളവരെ, മൂപ്പര് കൊടുക്കാനുള്ളവരുടെ ബാധ്യത പറയാൻ തുടങ്ങി. മേപ്പറമ്പത്തെ രാമൻകുട്ടി നായർക്ക് ഒരു 1.25, മനത്താനത്തെ രാമചന്ദ്രക്കുറുപ്പിന് ഒരു 1.5, അങ്ങനെ എല്ലാം കൂടിയായിട്ട് ഒരു 5 ലക്ഷം ഉറുപ്പിയന്റെ കടായി. ബാപ്പ അങ്ങനെ പറയാന്നല്ലാതെ ഉമ്മർ ഒരക്ഷരം എഴുതണില്ല. അപ്പൊ ഉസ്താദ് ചോദിച്ചു, അല്ല മോനെ, ബാപ്പ പറയണത് നമ്മളോട് മറന്നുപോവില്ലേ? അഥവാ ബാപ്പ വഫാത്തായ നമ്മളെ കയ്യിൽ രേഖ ഉണ്ടാവോ? വഫാത്താവ് പറഞ്ഞാൽ മരിച്ചാല് ഇജ്ജ് അത് എഴുതി വെക്ക്. മാറ്റണം, അത് മതി. മാറ്റിയാൽ നന്നാവോ? ഇതിനേക്കാൾ കുഴപ്പമാവോ? ഇല്ല. ഇതിന്റെ കുഴപ്പം മാത്രമല്ല കേട്ടോ, എൻ്റെ 2 മൂക്കും അടച്ചതാ. കേന്ദ്ര അവഗണന ആയതുകൊണ്ട് വന്നതാ ഞാൻ. അപ്പോ നമ്മൾ പറഞ്ഞതിലേക്ക് നിൽക്കുക. ബാപ്പ പറയണതൊന്നും ഉമ്മർ എഴുതണില്ല. അപ്പൊ ഉസ്താദ് ചോദിച്ചു, എഴുതണ്ട കുഞ്ഞെ? അപ്പൊ ഉമ്മറിന്റെ വക, ഉസ്താദെ നിങ്ങൾക്ക് പിരാന്ത? മിംസിൽ അശോകൻ ഡോക്ടർ പറഞ്ഞിക്കണ്, ബാപ്പന്റെ ഓർമ്മേന്റെ ഞരമ്പ് ചുരുങ്ങിയിട്ട് ബോധക്കേടാണ്, ഒരത്തും ബുദ്ധി അയക്കണ്, അതുകൊണ്ട് പറയാ കൊടുക്കാനില്ല, എത്തും കൊടുക്കാനില്ല. ഉസ്താദ് പറഞ്ഞു, പെറ്റ തള്ളക്ക് ബേജാറില്ലേ, പിന്നെ പോറ്റി മുത്താച്ചിക്ക് എന്താ? ഈ എഴുതണ്ട. കൊടുക്കാനുള്ള എന്റെ കണക്ക് പറഞ്ഞ് തീർന്ന ഉടനെ ഉസ്താദിന്റെ കൈത്തണ്ടയിൽ കടന്നു പിടിച്ച് ഉസ്മാനാജി പറഞ്ഞു, അള്ളാഹുവിന്റെ കുദറത്തോണ്ട് എന്ന് പറഞ്ഞാൽ കാരുണ്യം കൊണ്ട് ഞമ്മക്ക് കുറച്ച് പൈസ കിട്ടാനുണ്ട് ഉസ്താദെ, അത് നമ്മൾ പറയാ. ഉസ്മാനാജി കിട്ടാനുള്ള കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഏതാണ്ട് ഒരു 7.5 ലക്ഷം കിട്ടാനുണ്ട്. ഉമ്മറാജി മൊയ്മൻ എഴുതുകയാണിത്. അപ്പൊ ഉസ്താദ് ചോദിച്ചല്ല, ഇയാൾക്ക് ഒത്തും ബുദ്ധി ആയതല്ലേ? അശോകൻ ഡോക്ടർ പറഞ്ഞില്ലേ ഈ തലച്ചോറിലേക്ക് പോകണം, ഓർമ്മേന്റെ ഞരമ്പ് ചുരുങ്ങിയതുകൊണ്ട് ഭ്രാന്ത് പറയാന്ന്. അപ്പൊ ഉമ്മറിന്റെ മറുപടി, അതല്ല ഉസ്താദെ, ഞാൻ പറയാൻ മറന്നുപോയതാണ്. അശോകൻ ഡോക്ടർ ഡിസ്ചാർജ് ആക്കുമ്പോൾ പറഞ്ഞിക്കണ് ഇടക്കിടക്ക് ഉപ്പക്ക് ബോധം വരും, അന്നേരം പറയുന്നത് കറക്റ്റാന്ന്. ഈ ജാതി ചെറ്റത്തരല്ലേ സതീശ് എടുക്കണ്? കടം കൊടുക്കാനുള്ളത് പറയും ഉമ്മറിന് ഉപ്പക്ക് ബോധക്കേടാ, കടം കിട്ടാനുള്ളത് പറയുമ്പം ഉപ്പക്ക് നല്ല ഞരമ്പിന് വണ്ണ. തോമസ് ഐസക്കിനെ പിടിക്കുമ്പം ED നല്ലതാ. രാഹുൽ ഗാന്ധിയെ, സോണിയാഗാന്ധിയെ, പ്രിയങ്കയെ, കോൺഗ്രസ് നേതാക്കന്മാരെ തൊടുമ്പം ED മോശമാണ്. ഈ സമീപനം സ്വീകരിക്കരുത് എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കേരളത്തിന്റെ പ്രതിപക്ഷമായി മാറാൻ ഒരു പാർട്ടിയും നിൽക്കരുത്. നിയമസഭയിലെ പ്രതിപക്ഷമായിക്കോളൂ. പിണറായി വിജയനെ പുലഭ്യം പറയുകയോ കമ്മ്യൂണിസ്റ്റുകാരെ തെറി വിളിക്കുകയോ
ഇടതുപക്ഷത്തെ തോന്നിവാസം പറയോ, എന്തും ചെയ്തോളൂ, അതൊക്കെ നമുക്ക് പറയാലോ. പക്ഷെ ഒരിക്കലും പ്രിയപ്പെട്ട UDF-കാരെ കേരളത്തിന്റെ പ്രതിപക്ഷാവരുത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കേരളം നമ്മുടേതാണ്. പിണറായി വിജയന്റേതോ VD സതീശന്റേതോ സുധാകരന്റേതോ സുരേന്ദ്രന്റേതോ മാത്രമല്ല, 3.5 കോടി മലയാളികളുടേതാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? ഞങ്ങൾ വിനയത്തോട് അപേക്ഷിക്കുകയാണ് എല്ലാ മലയാളികളോടും, മലയാളത്തിന്റെ പ്രതിപക്ഷമാകരുത്. കേരളത്തിന് പ്രതിപക്ഷം വേണ്ട, കേരളത്തിന് ഭരണപക്ഷവും വേണ്ട. അതൊക്കെ നിയമസഭയിലായിക്കോട്ടെ. ഈ രാഷ്ട്രീയം നാം നന്നായി മനസ്സിലാക്കണം എന്ന് ഞങ്ങൾ വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ഇനി കേൾക്കാൻ സുഖമില്ലെങ്കിലും കേട്ടേ പറ്റൂ. ചില കണക്ക് ഞാൻ പറയാം. എന്താണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി എന്ന് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശതമാനം, പോയിന്റ് എന്നൊക്കെ പറയുമ്പോൾ നട്ടപ്രാന്ത് നെറുന്തലേ കയറും. എന്നാലും നമ്മൾ മനസ്സിലാക്കണം, കഴിയുന്നവരോട് പറഞ്ഞു കൊടുക്കണം. എന്നെക്കൊണ്ട് പറ്റണ കൂട്ടിയ കൂടണ കോലത്തിൽ ലളിതായി പറഞ്ഞുതരാം. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊടുക്കാൻ പറയേണ്ട ഒരു ഏജൻസിയുടെ പേരാണ് ധനകാര്യ കമ്മീഷൻ. ഒരു കണക്ക് ഞങ്ങളോട് പറയാം. ഒരു പറഞ്ഞാലാ എന്താ കൊടുക്കേണ്ടതെന്ന് ഗവൺമെന്റ് തീരുമാനിക്കുക. അത് ഗവൺമെന്റ് നിലപാടാട്ടോ, മോഡി ആയാലും ആരായാലും. 10ാം ധനകാര്യ കമ്മീഷൻ നമ്മുടെ കേരളത്തിന് നൽകിയ വിഹിതം 3.89 ഒക്കെ പറഞ്ഞ് ഭ്രാന്തളകാൻ നിൽക്കേണ്ട 4%. ഇപ്പോൾ ഇത് 15ാം ധനകാര്യ കമ്മീഷനാണ്. നമ്മുടെ കേരളത്തിന് 15ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ചത് 1.9%. ഇങ്ങനെ കണക്കാക്കിക്കോളി. 10ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് അനുവദിച്ച ഫണ്ട് 4%. 15ാം കമ്മീഷൻ നമുക്ക് അനുവദിച്ച ആനുകൂല്യം 2%. നേർ പകുതിയാണ് കഴിഞ്ഞ തവണത്തേക്കാൾ നമുക്കിപ്പോൾ കിട്ടുന്നത്. നമ്മളെ കാര്യം കട്ടപ്പോകയല്ലേ, അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ കുറവ് വന്നതുകൊണ്ട് മാത്രം നമുക്ക് 1800 കോടി രൂപ കേരളത്തിന് അവര് തരാനുണ്ട്. ആര്? യൂണിയൻ ഗവൺമെന്റ്, മോഡിന്റെ സർക്കാർ. ആ തറവാട്ടിൽ നിന്ന് കിട്ടാനുണ്ട്. GST എന്ന് കേട്ടില്ല നിങ്ങൾ? ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് ഇതിന് പറയുക. ഒരു രാജ്യം ഒരു നികുതി ഘടന, അതാണ് ഇതിന്റെ കച്ചവടം. ആയിക്കോട്ടെ, ശരിയോ തെറ്റോ, അതിവിടെ വിഷയമല്ല, നമ്മുടെ വിഷയം അതല്ല. GST വന്നപ്പോൾ സംസ്ഥാനങ്ങൾക്കുണ്ടായ നഷ്ടം നികത്താൻ, കോമ്പൻസേറ്റ് ചെയ്യാൻ എന്നൊക്കെ ഇംഗ്ലീഷ് പറയാം, നഷ്ടം നികത്താൻ ഗവൺമെന്റുകൾക്ക് കേന്ദ്രം കൊടുക്കേണ്ട ഫണ്ടുണ്ട്. ആ ഇനത്തിൽ 12,000 കോടി രൂപ നമുക്ക് തരാനാണ് ശ്രീമാൻ മോഡിയുടെ സർക്കാർ. പിന്നെ റവന്യൂ കമ്മി എന്ന് പറയും. അതിൻ്റെ ഒരു ഗ്രാൻഡ് നമുക്ക് കിട്ടാനുള്ളത് 8,400. ഓടിച്ചു പറയാം, ഇതൊന്നും തലയിൽ നിൽക്കില്ല. ഞാൻ തന്നെ എഴുതി കൊണ്ടുവന്നിട്ട് നോക്കിയിട്ട് 3 പ്രാവശ്യമായിട്ടാണ് മനസ്സിലായത്. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല. അത് 8,400 കോടിയാണ്. പിന്നെ നമുക്ക് നിങ്ങൾ തരണ്ട, ഞങ്ങൾ എവിടുന്നെങ്കിലും കടം വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ് എടുക്കുന്ന വായ്പാ അനുമതി നൽകാത്തത് കൊണ്ട് വന്ന നഷ്ടം എത്രയാണെന്നറിയുങ്ങൾ? അതേതാണ്ട് 19,600 കോടിയാണ്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് ധനകാര്യ കമ്മീഷന്റെ കുറവ്, GST നഷ്ടപരിഹാരത്തിലെ കുറവ്, റവന്യൂ കമ്മി ഗ്രാന്റ് നൽകുന്നതിലുള്ള പിടുത്തം, എല്ലാം കൂടി ചേർത്ത് വായ്പാ അനുപാതത്തിൽ വരുത്തിയ അന്തരം കൊണ്ടുണ്ടായ നമ്മുടെ നഷ്ടം എല്ലാം കൂടി ചേർത്താൽ നമുക്ക് 57,000 കോടി ഉറുപ്പ്യ ഈ ചങ്ങാതിമാര് തരണം. അതാണ് ഒറ്റ കണക്ക്, മനസ്സിലാക്കിയാൽ മതി. മാതൃഭൂമി പത്രം കുറച്ചു ദിവസം മുമ്പ് ഒരു ലേഖനം എഴുതിയിരുന്നു. KN ബാലഗോപാൽ എന്ന് പറയുന്ന ധനകാര്യ മന്ത്രിയും കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും ഒരു പായൊക്കെ മടക്കിയിട്ട് കിട്ടണോടത്തു നിന്നൊക്കെ പെറുക്കി കൂട്ടാൻ പോണ ഒരു ചിത്രം, ഒരു കാർട്ടൂണാണ്. എന്നിട്ട് പറഞ്ഞു, ഇതാ നമ്മളെ സ്ഥിതി, ഇങ്ങനെ തെണ്ടാൻ നടക്കുന്ന കോലത്തിലാണ് നമ്മളെ സർക്കാർ, ഈ ചങ്ങായിമാരങ്ങനെ ആക്കി നമ്മളെ നാടിനെ എന്നാണ് അതിന്റെ ഭംഗ്യന്തരേണയുള്ള സൂചന. ആ ലേഖനത്തിൽ മാതൃഭൂമി ഒരു കഥ പറയുന്നുണ്ട്. അത് നിങ്ങളോട് പറയാം. മാതൃഭൂമി ആകുമ്പോൾ പിന്നെ ബേജാറില്ലല്ലോ. ഈ റോട്ടിലൂടെ നടന്നു പോകുന്ന ഒരുത്തന്റെ പിന്നാമ്പുറത്തൊരു മൂരി കുത്താൻ വന്ന കുത്തിയ മൂരിയുടെ ഉടമയ്ക്ക് DYFI മെമ്പർഷിപ്പ് ഉണ്ടോ നോക്കണ പാർട്ടി അത്. അതുകൊണ്ട് പിന്നെ പറഞ്ഞാൽ തെറ്റാൻ സാധ്യതയില്ല. അതുകൊണ്ട് അത് എടുക്കണതാ നല്ലത്. ഇനി ദേശാഭിമാനി പറഞ്ഞു, ജനയുഗം പറഞ്ഞു, കൈരളി കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നണ്ട, നിങ്ങളാ കൂട്ടരുത്, എടുത്തോളി. മാതൃഭൂമി പറഞ്ഞു, കേരളത്തിന് ആകെ കടം 50,000 കോടിയാണ്. 7 കൊല്ലം കൊണ്ട് പിണറായി ഭരിച്ചു മുടിച്ചതാണ്. ഇനി ആ പഴയ കണക്കൂടി ചേർത്ത് വായിച്ചോളി. നമ്മളെ സംസ്ഥാനത്തിന്റെ കടത്രയാ പിണറായി മുടിച്ചിട്ട് 50,000 കോടി. കേന്ദ്ര സർക്കാർ ഔദാര്യമല്ല അവകാശമായി നമുക്ക് തരേണ്ടത് എത്രയാ? 57,000 കോടി. അപ്പം മര്യാദയ്ക്ക് അത് കിട്ടിയ നമ്മളെ കയ്യിൽ എത്ര മെച്ചമുണ്ടാവും? 57,000 കോടി കിട്ടിയാൽ നമ്മുടെ കയ്യിൽ 7,000 കോടി മെച്ചമുണ്ടാവും.
നാടൻ ഭാഷയിൽ ചാത്തുകുട്ടിയേട്ടൻ പറഞ്ഞു I00 നായരോട് ഗോപാലൻ നായർ 7000 കോടി പെട്ടിയിലുണ്ടാവുന്നു. അത് തരാത്തത് കൊണ്ടാണ് ഈ സാമ്പത്തിക കടക്കണിയിൽ നമ്മൾ പെട്ടത് എന്ന് നാം മനസ്സിലാക്കണം. ഇത് മാത്രമല്ല, ഈ രാഷ്ട്രീയം പറയുമ്പോൾ മാതൃഭൂമിയും ചില നിഷ്പക്ഷമതികളെന്ന് നടിക്കുന്നവരുമെല്ലാം ചേർന്ന് നടത്തുന്ന കള്ളപ്രചരണങ്ങളെ, പെരും നുണയെ പെരുമഴ പോലെ പെയ്യിക്കുന്ന രാഷ്ട്രീയ കൗശലത്തെ വിശദീകരിച്ചും മനസ്സിലാക്കിയും അതിനെതിരെ പ്രതിഷേധിച്ചും മലയാളിയോടൊപ്പം നിന്നും വേണം നാളെ മുതൽ നമ്മളെല്ലാം മുന്നോട്ട് പോകാൻ. നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിക്കും വോട്ട് ചെയ്തോളൂ, പക്ഷെ മലയാളത്തിന്, കേരളത്തിന്, എനിക്ക്, നിങ്ങൾക്ക് കിട്ടാനുള്ളത് ഇതാണ് എന്ന് ചുരുക്കം. ഈ രാഷ്ട്രീയം നാം മനസ്സിലാക്കണം. രണ്ടാമത്തെ ആക്ഷേപം എന്താ? കാട്ടത്തിൽ മുങ്ങി നിൽക്കുകയാണ് പിണറായി വിജയൻ, കാടെടുത്ത് മുടിഞ്ഞു നിൽക്കുകയാണ്. ശ്രീലങ്കയെപ്പോലെ, സോമാലിയെപ്പോലെ നമ്മളെ നാട് കഷ്ടപ്പെടൂട്ടോ. സോമാലിയയിൽ കുട്ടികൾ നിൽക്കണുണ്ടല്ലേ നിങ്ങൾ? ശ്രീലങ്കയിലെ രാജപക്സെ എന്ന് പറയുന്ന നേതാവിൻ്റെ വീട്ടിലുള്ള സ്വിമ്മിംഗ് പൂളിൽ അവിടുത്തെ നാട്ടുകാർ കുളിക്കുന്ന കണ്ടില്ല നിങ്ങൾ കുറച്ച് 5-8 മാസം മുന്നേ? എന്ന് പറഞ്ഞാൽ പിണറായി വിജയന്റെ വീട്ടിലേക്ക് നാട്ടുകാർ കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളുമായി പ്രതിഷേധിച്ചു പോകുന്ന കാലം വിദൂരമല്ല. കാരണം നാട് മുടിച്ച് കുളം തോണ്ടിയിട്ടുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം എന്നാണ് അവരുടെ രാഷ്ട്രീയ ആരോപണം. കേൾക്കുമ്പോൾ നമുക്കും തോന്നും കടണ്ട് കേട്ടോ. അത് ശരിയാ, കടണ്ട്. ആ കടത്തിൻ്റെ ഒരു കണക്ക് പറഞ്ഞ എളുപ്പമുണ്ടാവും. 2023 ആദ്യ പാദം എന്ന് പറഞ്ഞാൽ ക്വാർട്ടർ എന്ന് പറയും. ഒരു കൊല്ലത്തെ 4 ആക്കിയിട്ടാണ് 4, 3, 12 ആക്കല. അങ്ങനെ 3 മാസത്തെ കണക്കിനാണ് ആദ്യ പാദം എന്ന് സാമ്പത്തിക വിദഗ്ധന്മാർ പറയും. എനിക്ക് ആ വൈദഗ്ധ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് പറയാം. ആദ്യത്തെ 3 മാസത്തെ കേന്ദ്ര സർക്കാരിന്റെ കടം ഇന്ത്യ രാജ്യത്തിന്റെ GDP എന്ന് പറഞ്ഞാൽ മുഴുവൻ പേര് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, രാജ്യത്താകെയുണ്ടാക്കുന്ന ആഭ്യന്തര മൊത്ത ഉൽപാദനം, അതിന്റെ ഇംഗ്ലീഷ് പേരാണ് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. മോഡി വരുമ്പം പറഞ്ഞത് കൂട്ടുന്ന, GDP വർദ്ധിപ്പിക്കുന്ന അതുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവായിട്ട. G എന്ന് പറഞ്ഞാൽ ഗ്യാസിന്റെ വില കൂട്ടിയിട്ടുണ്ട്, D എന്ന് പറഞ്ഞാൽ ഡീസലിന്റെ വില കുറഞ്ഞിട്ടില്ല, P എന്ന് പറഞ്ഞാൽ പെട്രോളിന്റെ വില ആകാശത്തെ ചുംബിക്കുകയാണ്. മൂപ്പര് കറക്റ്റാ, നിങ്ങൾക്ക് മനസ്സിലാവായിട്ട. പക്ഷെ അതല്ല നമ്മുടെ വിഷയം. ഇതിലേക്ക് വരിക. മൊത്തം ആഭ്യന്തരോൽപാദനത്തിന്റെ 66.7% ഇന്ത്യ രാജ്യത്തിന്റെ കേന്ദ്ര സർക്കാരിന്റെ കടം. ഒരു 67 എന്ന് കൂട്ടിക്കോളി. നമ്മളെ കേരളത്തിന്റെയോ? കേരളത്തിന്റെ മൊത്തം GDPയുടെ മൊത്തം GDP എന്ന് പറയാൻ പാടില്ല, പോസ്റ്റും കാലി എന്നൊക്കെ പറയുമ്പോൾ ആയിപ്പോവും. GDPയുടെ മൊത്തം ആഭ്യന്തരോൽപാദനത്തിന്റെ, കേരളത്തിന്റെ ആഭ്യന്തരോൽപാദനത്തിന്റെ 37% നമ്മളെ കടം. ഓൻ്റെത് എത്രയാ? 67. നമ്മളത് എത്രയാ? 37. എങ്ങനെയുണ്ട്? എന്റെ കണ്ണിൽ 1.5 അടി നീളമുള്ള കമ്പ് വെച്ചിട്ട്, കോല് വെച്ചിട്ട് ഞാൻ അധ്യക്ഷനോട് പറയാ, ഇങ്ങോട്ട് അടുത്തേക്ക് നിൽക്കി, കണ്ണിൽ ഊതിത്തരാ, ചെറിയൊരു കരടുണ്ട്. എങ്ങനെയുണ്ട്? എന്റെ 1.5 അടി നീളമുള്ള കമ്പ് കുടുങ്ങിയിട്ട് ഇടങ്ങറായി നിൽക്കുക ഞാൻ. എന്നാ എന്റേതൊന്ന് പിടിച്ചെലിക്കാൻ നോക്കല്ല, ബന്റേത് ഊതുക. എങ്ങനെയുണ്ട്? 67% ആഭ്യന്തര കടമുള്ള കേന്ദ്ര സർക്കാർ, 37% ആഭ്യന്തര കടമുള്ള കേരളത്തോട് പറയാ പോയക്കാട്ടോൻ, ബുദ്ധിമുട്ടിലേക്ക് കുടുങ്ങാട്ടോൻ. മാതൃഭൂമിക്കാരൻ അതിനങ്ങോട്ട് ചെണ്ട മുട്ടിക്കൊടുക്കുകയാണ്. ഈ രാഷ്ട്രീയം നാം തിരിച്ചറിയണം. മറ്റു വിശദാംശങ്ങൾ പോയാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്, എനിക്ക് തന്നെ മനസ്സിലായിട്ടില്ല. പിന്നെ ഞാൻ പറയും എങ്ങനെയാ? മനസ്സിലാവാത്ത പറയാൻ കഴിയില്ലല്ലോ. കുറെ സാമ്പത്തിക കണക്കാ, ഒക്കെ വിട്ടേക്ക് നമ്മൾ. ഇനി അത് പൈസയിലാക്കി പറഞ്ഞു നോക്കി. ശതമാനം പറഞ്ഞാൽ പെട്ടെന്ന് തിരിഞ്ഞോളന്നില്ലല്ലോ. ശതമാനം പറഞ്ഞാൽ എന്താ വെച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക്, പെട്ടെന്ന് തിരിയൂല. എൻ്റെ നാട്ടിൽ കോൺഗ്രസ്സുകാരൻ കലോത്സവത്തിന് പോയി, എന്താണ് കായികമേളയ്ക്ക്, പഞ്ചായത്ത് കായികമേളയ്ക്ക് പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ചോയ്ക്കുട്ടിയേടൻ ചായപ്പൊടി എന്ന് ചോദിച്ചു, എങ്ങോട്ടാണ്ടോ എന്ന്. കായികോത്സവത്തിന് പോവുകയാണ്, പഞ്ചായത്ത് കായികമേളയ്ക്ക്. തിരിച്ചു വരുമ്പം ആ പഴയ ചൊർക്കില്ല ഓൻ്റെ മുഖത്ത്, വാർഡ് പ്രസിഡന്റിന്റെ. അപ്പോൾ ചോയ്ക്കുട്ടിയേട്ടൻ ചോദിച്ചു, മക്കൾക്ക് എന്തെങ്കിലും കിട്ടിയോടോ? കപ്പോ അല്ല ഷീൽഡോ എന്ന് പറഞ്ഞാൽ സമ്മാനം എന്തെങ്കിലും കിട്ടിയോ? ശിവദാസൻ വാർഡ് പ്രസിഡന്റാ, യൂത്ത് കോൺഗ്രസ്സാ, മുന്തിയ വളവനാ. ഓൻ പറഞ്ഞത്, ചോയ്ക്കുട്ടിയേട്ടാ വോളിബോളിൽ നമ്മൾ തോറ്റുപോയി, ഫുട്ബോളിൽ ഓല ജയിച്ചേന്ന്. രണ്ടിലും ടൗസർ അഴിഞ്ഞു എന്നാ പറഞ്ഞ്. ചോയ്ക്കുട്ടിയോടൊന്ന് മനസ്സിലായില്ല, ചായ അടിക്കുന്നതായിരിക്കും. മക്കൾക്ക് എന്തെങ്കിലും എന്തോ ഒലക്ക അയക്കുക. വോളിബോളിൽ നമ്മൾ തോറ്റുപോയി, ഫുട്ബോളിൽ ഓരാ ജയിച്ച്, രണ്ടിലും ഒലക്കയായിപ്പോയി എന്നാ പറഞ്ഞ്. ഉണ്ടനല്ല വിവരമുള്ളതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാ. അപ്പൊ ഈ ശതമാനം പറഞ്ഞ നമുക്ക് അങ്ങനെ മനസ്സിലായിക്കൊള്ളുന്നില്ല. ശിവദാസൻ പറഞ്ഞോളാം ഇപ്പോവും. അതുകൊണ്ട് നേരെ പറയാ, നേരിട്ടങ്ങ് പറയാ. പഴയ തറവാട്ടിലേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ പേര് ചൊല്ലി വിളിക്കില്ല. മാധവ മേനോൻ, രാമചന്ദ്ര കുറുപ്പ്,
അങ്ങനെയൊക്കെ പേരുണ്ടാവും. ശിവദാസൻ നായർ. എന്നാലും ഭയഭക്തി ബഹുമാനം കൊണ്ട് പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരെ വിളിക്കുക, ഏയ് ഇങ്ങോട്ട് നോക്കി കുട്ടികളച്ഛൻ ട്ടോ, പഞ്ചസാര തീർന്നിട്ടുണ്ട് ട്ടോ, അങ്ങനെയൊക്കെയാ. ഈ തന്തേനെ നേരിട്ട് വിളിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് ശതമാനം നമ്മൾ വിടുക, നേരിട്ട് പറയാം. കേരളത്തിന്റെ ആകെയുള്ള കടം 3 ലക്ഷം കോടിയാണ്. ഗുജറാത്തിന്റെ കടം 10 ലക്ഷം കോടിയാണ്. അത് BJP ഭരിക്കണാണേ. ഇനി ഇമ്മളെ തെറി വിളിക്കുന്ന സതീശന്റെ പാർട്ടി കർണാടക ഭരിക്കുന്നുണ്ട്. അവിടുത്തെ കടം 9 ലക്ഷം കോടിയാണ്. 9 ലക്ഷം അല്ലട്ടോ, 9 ലക്ഷം കോടി. ഒന്നുകൂടി ഓർമ്മിച്ചോളി. കേരളത്തിന്റെ കടം 3 ലക്ഷം കോടി. BJPയുടെ സ്വന്തം നാട് ഗുജറാത്തിന്റെ കടം 10 ലക്ഷം കോടി. കോൺഗ്രസിന്റെ സ്വന്തം പ്രദേശം കർണാടകയുടെ കടം 9 ലക്ഷം കോടി. 3 ലക്ഷം കോടി കടമുള്ള കേരളത്തെ BJPയുടെ നേതാക്കൾ തെറി വിളിക്കുന്നു. 10 ലക്ഷം കടമുള്ള ഗുജറാത്തിനെ തലോടിയിട്ട് 3 ലക്ഷം കടമുള്ള കേരളത്തെ പുലഭ്യം പറയുന്നു. ആര്? VD സതീശൻ. എങ്ങനെ? അറിയാണ്ട് കാസർകോട്ട് നിന്ന് കാലെടുത്ത് വെച്ചു പോയാൽ നമ്മുടെ പ്രിയപ്പെട്ട കർണാടകയിലെത്തും. അവിടെ കോൺഗ്രസാ ഭരിക്കുന്നത്, മൂപ്പര നേതാവാ ഭരിക്കുന്നത്, ശിവകുമാറാണ് നേതാവ്. അദ്ദേഹത്തിന്റെ നാട്ടിലുള്ള കടം 9 ലക്ഷം കോടിയാണ്. മോശാന്നല്ലട്ടോ ഞാൻ പറഞ്ഞത്, അത് അതിന്റെ വഴിക്ക് നിൽക്കട്ടെ. ഞാനൊരു കണക്ക് പറഞ്ഞതാ. ഈ രാഷ്ട്രീയം നാം നന്നായി തിരിച്ചറിയണം. ഇനി നമ്മളെ വല്യാപ്പേന്റെ കടത്രയാ നോക്കി നിങ്ങൾ. കേരളത്തിന്റെ കടം 3 ലക്ഷം കോടി. നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദി ഭരിക്കുന്ന ഈ 9.5 കൊല്ലം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ ആകെ കടത്രയാ 156 ലക്ഷം കോടി. അൽഹംദുലില്ലാഹ്, നമ്മളെ കടാണ് 156 ലക്ഷം കോടി. എന്നിട്ട് ഓനാണ് സുരേന്ദ്രൻ കഴുത്തിന്റെ വള്ളിയൊക്കെ ജപ്പാൻ കുടിവെള്ള പൈപ്പിന്റെ വണ്ണം വെപ്പിച്ച് ഇങ്ങനെ പ്രസംഗിക്കുക. കേരളം കടത്തിലാണ്. ഒലക്കന്റെ മൂട. ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? നമ്മള് പറഞ്ഞു കൊടുക്കും. എനിക്ക് പ്രസംഗിക്കാൻ അറിയാത്തോണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയുന്നത്. ഇത് നല്ലോണം പറഞ്ഞു കൊടുക്കണം. അതിനോണ്ടാ നിങ്ങളോട് പറയുന്നത്. അല്ലാതെ വോട്ട് ആർക്കും ചെയ്തോട്ടെ, കോൺഗ്രസ്സുകാർക്ക് ഒരുക്കന്നെ ചെയ്തോട്ടെ, അതൊക്കെ രണ്ടാമത് 2 മാസം കഴിഞ്ഞിട്ടല്ലേ തെരഞ്ഞെടുപ്പുള്ളൂ. ഈ രാഷ്ട്രീയം നാം നന്നായി പറഞ്ഞു കൊടുക്കണം. ഇനി എന്താ നമ്മുടെ കടം കൂടാനുള്ള കാരണങ്ങളിൽ ഒന്ന്? കേന്ദ്രം വേണ്ട സമയത്ത് വേണ്ടത് തരാത്തത് കൊണ്ട് 1. 2, ഇവിടുന്ന് ഊറ്റിക്കൊണ്ടുപോണതിൻ്റെ ഒരു വിഹിതം ഉമ്മക്ക് തരണം എന്നൊരു നിയമമുണ്ട്. അതിനാണ് കേന്ദ്ര സർക്കാർ പിടിച്ചുകൊണ്ടുപോകുന്ന നികുതിയുടെ ഒരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുക എന്ന നിയമം. ഇംഗ്ലീഷ് ലൈൻ എന്തൊക്കെയോ പറയാൻ അറിയില്ല. കേരളത്തിൽ നിന്ന് 1 ഉറുപ്പിക കേന്ദ്രം പിടിച്ചുകൊണ്ടുപോകുമ്പോൾ നമുക്ക് തരുന്നത് 25 പൈസയാണ് സഖാക്കളെ. ഉറപ്പിച്ചു പറഞ്ഞോളിട്ടോ, ഉത്തരവാദിത്തത്തോടെ പറഞ്ഞോളൂ. കടുകുമണി പോലും കളവില്ല. എന്തിനത് കളവ് പറയുന്നത്? 1 ഉറുപ്പിക കേന്ദ്രം ഇവിടുന്ന് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ, നികുതി ഊറ്റിക്കൊണ്ടുപോകുമ്പോൾ കേരളത്തിന്റെ വിഹിതമായി തരുന്നത് 1 ഉറുപ്പിക്ക് 25 പൈസ. എന്നാ എല്ലായിടത്തും അങ്ങനെയാച്ചാ പിന്നെ സാരല്ല എന്ന് വെക്കുക, എല്ലാവരും കൂടി കരയാലോ. അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. ഒരു കണക്ക് കേട്ടോളൂ. കർണാടകയ്ക്ക് 50 പൈസ കൊടുക്കും. 1 ഉറുപ്പ്യ കൊണ്ടുപോയാൽ പകുതി ഇങ്ങോട്ട് കൊടുക്കും. മൂപ്പരെ സ്വന്തം മോഡിന്റെ സ്വന്തം മൂത്താപ്പേന്റെ മോനായിട്ടുള്ള യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UPക്ക് കൊടുക്കുന്നത് 1 രൂപ 69 പൈസയാണ്. എന്ന് പറഞ്ഞാൽ 1 ഉറുപ്പ്യ 70 പൈസയാണ്. എന്തിനാ അങ്ങനെ ഒരു വൈര്യനിര്യാതന ബുദ്ധി സ്വീകരിക്കുന്നത്? ഇതിന്റെ പേരല്ലേ ഇഷ്ടമില്ലാത്തതിനോട് കടുത്ത കർക്കശമായ കണ്ണിൽ ചോരയില്ലാത്ത പ്രതികാരം ചെയ്യുക എന്നുള്ളത്. ഇതാണ് നമ്മുടെ പറയാനുള്ള കാരണം. നമ്മുടെ നേതാക്കന്മാർ സഖാവ് എളമരം കരീം രാജ്യസഭയിലും, സഖാവ് ജോൺ ബ്രിട്ടാസും AM ആരിഫും, രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസും എളമരം കരീമും, ലോകസഭയിൽ സഖാവ് ആരിഫും. കേരളത്തിൽ 20 എണ്ണത്തിൽ ഒന്നല്ലേ നമുക്കുള്ളൂ, ആലപ്പുഴയിൽ. ഇവർ 3 ആൾ എണീറ്റെന്ന് ചോദിച്ചു 2 സഭയിലായിട്ട് ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനോട്. 37 എടുത്തുകൊണ്ടിരിക്കുന്ന പണി അനുസരിച്ചാണെങ്കിൽ പേര് മാറ്റണം, വിൽപ്പന സീതാരാമൻ നാക്കണം, പോട്ടെ. നിർമ്മല സീതാരാമനോട് ചോദിച്ചു, ഇതിങ്ങനെ ചെയ്യാവോ? ഞങ്ങളും ഭാരതീയരല്ലേ? അപ്പൊ നിർമ്മല സീതാരാമൻ പറഞ്ഞ മറുപടി എന്താ അറിയോ? കേരള ഈസ് നോട്ട് എ ഫോക്കസ് സ്റ്റേറ്റ്. അല്ലാ, കുടുങ്ങിയില്ലേ നമ്മള്? എന്താ പറഞ്ഞതിന്റെ മലയാളം? കേരളം ഫോക്കസ് സ്റ്റേറ്റ് അല്ല. എനിക്ക് അറിയുന്ന ഭാഷയിൽ കുറച്ച് ഇംഗ്ലീഷൊന്നും നോക്കി വളരെ വളരെ കുറച്ചേ ഉള്ളൂ. സ്കൂളും കോളേജിലൊക്കെ പോയാലും ഇതിന്റെ കമ്മിയാ വിവരമുള്ളവരോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്നറിയോ? ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, ക്രമസമാധാനം, എല്ലാ മേഖലകളിലും കേരളം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളെക്കാളും മുന്നിലാണ്. ബേശക്ക് ഉണ്ടെങ്കിലല്ലേ ചോറ് തരേണ്ടുള്ളൂ. ഇവിടെ കക്കൂസ് ഉണ്ട്, അവിടെ കക്കൂസ് ഉണ്ട്, പക്ഷെ നീളത്തില 2 കാലപ്പുറം വെക്കണം. റെയിൽവേന്റെ ട്രാക്കാ. രാവിലത്തെ പരിപാടിക്ക് പോകാൻ നിൽക്കുമ്പം ഒരുത്തം പോയിട്ട് യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ
റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് സ്റ്റേഷൻ മാഷോട് ചോദിക്കും, തെക്കോട്ട് എപ്പോഴാ വണ്ടി? ഇപ്പം ഇല്ല. വടക്കോട്ട് ഇപ്പുണ്ടോ? ഇല്ല. കിഴക്കോട്ടോ? ഇല്ല. പടിഞ്ഞാറ്റോ? സ്റ്റേഷൻ മാഷക്ക് ദേഷ്യം നാട്ടപ്രാന്ത് പിടിച്ച് കയറി പറഞ്ഞു, എടാ ചെങ്ങായി അണക്ക് എങ്ങട്ടാ പോണ്ടെച്ചാ പറയും, എന്നാ അത് പറഞ്ഞാ പോരെ. മൂപ്പര് എനിക്ക് പോവാനല്ല, ഒഴിവ് നോക്കിയിട്ട് ഇവിടെ കുത്തിരിക്കാനാ. മനസ്സിലായോ നിങ്ങള്? ഇത് നടത്തുമ്പോൾ പൊതുയോഗമാണെങ്കിൽ എന്തോ ഒരു അപകടം ഉണ്ടായി നിർത്തിയൊക്കെ മൈക്ക് ഓഫാക്കിയാൽ മതി, നിങ്ങൾക്ക് കസാരയെന്ന് എണീക്കുക. ഈ പണിക്ക് ഇരിക്കുമ്പോൾ ഏത് പാർട്ടിയായാലും എണീക്കാനാവുമോ? അതുകൊണ്ട് യോഗി ആദിത്യനാഥിന്റെ BJPയുടെ മുഖ്യാർത്ഥ ശിക്ഷക് പ്രാന്ത കാര്യവാഹ് ഓനൊക്കെ ശാഖയിൽ പോണതിന്റെ മുമ്പേ രാവിലത്തെ പരിപാടി ചൂടെള്ളം കുടിച്ചാലുള്ള പരിപാടി ഉണ്ടല്ലോ, അത് കഴിക്കാൻ പോകുമ്പോൾ സ്റ്റേഷൻ മാഷോട് ചോദിക്കുക, ഒരു 20 മണിക്കൂറിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനൊന്നും ഇല്ലല്ലോ. ഞാൻ വിശദീകരിച്ചാൽ നേരം പോയി പോകും. ഇതാണ് സഖാക്കളെ ഫോക്കസ് സ്റ്റേറ്റ്. കേരളത്തിന്റെ ഭക്ഷണം, കേരളത്തിന്റെ അന്നം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യ ശുശ്രൂഷ, തൊഴിൽ മേഖല നമ്പർ 1 ആണ്. പറഞ്ഞത് CPM അല്ല, ഇടതുപക്ഷമല്ല. നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ ഇവന്റെ മൂത്താപ്പ, പണ്ടത്തെ പ്ലാനിംഗ് ബോർഡ്, അതിന്റെ പുതിയ പേരാ നീതി ആയോഗ്. ഇങ്ങനെയാണോ പേര് മാറ്റണ കാല? ഇന്ത്യ എന്ന് വിളിക്കണ്ട, ഭാരതം എന്ന് വിളിച്ചാൽ മതിയെന്ന. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്ന. നാളെ എന്റെ നാട്ടിൽ ഒരുത്തം പറഞ്ഞു, ഇനി ഇന്ത്യൻ കോഫി ഹൗസ് ഒന്നും ഉണ്ടാവില്ല, ഭാരതന്റെ ചായപ്പീടിയാന്നാ ഉണ്ടാവുക, അങ്ങനെ പറയാൻ കഴിയുള്ളൂ. പോട്ടെ, നേരമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഭാരതന്റെ ചായപ്പീടിയാന്നാ ഇനി ഉണ്ടാവുക. വേണ്ടാത്ത പണിക്ക് പോയിട്ട് ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട് എന്ന് പറഞ്ഞുകൂടണ്ട, പറഞ്ഞാൽ രാജ്യദ്രോഹിയാവും. പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് കേരളം സാമ്പത്തിക സാമൂഹ്യ വികാസ സൂചികയിൽ നമ്പർ 1. നമ്മളെ നിലപാടെന്താ? നവകേരള മുദ്രാവാക്യം എന്താ? നവകേരള സദസ്സിന്റെ മുദ്രാവാക്യം നമ്പർ 1 ആണ്. ഇന്ത്യയിൽ ഇപ്പം പോരാ, ലോകത്ത് നമ്പർ 1 ആവണം. അതിന് നമ്മളെ പരിപാടി. പോട്ടെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യന് അസുഖം വന്നാൽ സർക്കാർ ആശുപത്രികളിൽ ചെന്നാൽ 7 ദിവസത്തിൽ ഏതെങ്കിലും 1 മണിക്കൂർ ചിലപ്പം പാരസെറ്റമോൾ 4 കുറഞ്ഞിട്ടുണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ DC പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് വരുമ്പോൾ TV വാർത്ത കേൾക്കുന്നുണ്ട്. മാതൃഭൂമി വാർത്ത, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡയാലിസിസിന് ശേഷം കൊടുക്കുന്ന ഒരു മരുന്ന് ഇല്ല. ശരിയായിരിക്കും, പോരായ്മയല്ലേ? ആണ് എന്നാ ഞങ്ങളുടെ അഭിപ്രായം. വീണ ജോർജ് തിരുത്തണം എന്നാ ഞങ്ങളുടെ അഭിപ്രായം. ആക്ഷേപമില്ലേ? ഉണ്ട് എന്നാ ഞങ്ങളുടെ നിലപാട്. ആരുടെ നിലപാട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാട്. പിന്നെ എന്തിനാ ഞങ്ങൾ ബേജാറാവണ്? എന്നാൽ അത് ഒപ്പോഴെങ്കിലും ഒന്ന് സംഭവിക്കുന്നതാ. വാങ്ങിയ ഗുളിക തീർന്നു പോവുക, എടുത്ത ഇഞ്ചക്ഷൻ കണക്ക് കൊടുക്കാത്തതുകൊണ്ട് വരാതിരിക്കുക, ഇതൊക്കെ തെറ്റാണ്. മനുഷ്യന്മാർക്ക് അസുഖം പ്രധാനമാണ്, രോഗം മാറൽ പ്രാധാന്യമുള്ള കാര്യമാണ്. ഒരു പഴുതും അതിലുണ്ടാവാൻ പാടില്ല. എന്നാലും സാധാരണ നിലയിൽ സാമാന്യമായി നമ്മുടെ നാട് പുരോഗതിയിലാണ്. ഗുജറാത്തിലോ വയറിളകാനും ഒരു ചുവന്ന വെള്ളമാണ്, വയറിളക്കം നിൽക്കാൻ ഒരു ചുവന്ന വെള്ള. അപ്പം നമ്മുടെ നീതി ആയോഗ് പറഞ്ഞു, ഇവർക്ക് അത്ര മതി, ഇവിടെ മരുന്നും മന്ത്രമൊക്കെ ഉണ്ട്, അവിടെ അതില്ലല്ലോ, അങ്ങോട്ട് കൊടുക്കാൻ. കേരളം പുരോഗമിച്ചതിന് നാം ശിക്ഷിക്കപ്പെടുന്നു എന്നാണ് പ്രിയപ്പെട്ട സഖാക്കളെ ഇംഗ്ലീഷിൽ പറയുന്ന ഫോക്കസ് സ്റ്റേറ്റ് അല്ല എന്ന നിർമ്മലാ സീതാരാമന്റെ മറുപടിയുടെ കാതൽ. വല്ലാത്തൊരു കഷ്ടാണ്, ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഇനി കേരളത്തിൽ നിന്നും നികുതി പിരിക്കുന്നതിൽ തരുന്നത് നാം പറഞ്ഞു, 1 ഉറുപ്പ്യക്ക് 25 പൈസ. ഗുജറാത്തിന് 1 രൂപ പിരിച്ചാൽ 1 ഉറുപ്പ്യ 70 പൈസ. മറ്റോന് 1 ഉറുപ്പ്യ പിരിച്ചാൽ 50 പൈസ കർണാടകത്തിന്. ഇനി ഒരു കണക്കുകൂടി കേട്ടോളൂ. നമ്മൾ ഈ തമാശ പറയുന്നതിനിടയിൽ കാര്യം ചെന്നില്ലെങ്കിലേ പിടുത്തം വിട്ടുവോ, അതുകൊണ്ടത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞത്. നികുതി വിഹിതത്തിലെ കുറവ് എന്ന് പറയും, അത് പറഞ്ഞാൽ വേഗം മനസ്സിലാവും, മറ്റാദ്യം പറഞ്ഞ ഭാഷ മനസ്സിലാവില്ല. മുമ്പ് 100 രൂപ കേരളത്തിനാകെ വരുമാനം ഉണ്ടായിരുന്നെങ്കിൽ അതിൽ 45 രൂപ കേന്ദ്രം തരുന്നതായിരുന്നു. ഓസിന് തരുന്നതല്ല കേട്ടോ. അവിടെ അപ്പം ചൂടാൻ വെച്ച് അരിപ്പൊടി എടുത്ത് ഇവിടെ പുട്ടിടാൻ തരുന്നതല്ല, നമ്മൾ അവകാശമാണ്. എന്നാലും കേന്ദ്രം തരുന്നതായിരുന്നു 1 രൂപയിൽ 45 ഉറുപ്പ്യ. അതിൻ്റെ അർത്ഥം എന്താ? 55 കേരളം പിരിച്ചുണ്ടാക്കണം എന്നാ. അത് നമ്മൾ പിരിക്കലൊക്കെ ആര്? ഏത് ധനകാര്യമന്ത്രിയായാലും, മാണിയായാലും തോമസ് ഐസക് ആയാലും ഇപ്പോഴത്തെ പ്രിയപ്പെട്ട സഖാവ് ബാലഗോപാലായാലും പിരിക്കേണ്ടത് പണ്ടത്തെ കണക്കായിരുന്നെങ്കിൽ 55 പിരിച്ചാൽ മതി, 45 കേന്ദ്രം തരുമായിരുന്നു. 2023 ഡിസംബറിൽ അവസാനിച്ച ധനകാര്യ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച്, കണക്കനുസരിച്ച് കേന്ദ്രം തരുന്നത് 29 ഉറുപ്പ്യ. അതിന്റെ മലയാളം എന്താ? 71 ഉറുപ്പ്യ നമ്മൾ കണ്ടെത്തണം എന്നാണ് ആ നിലപാട്. എങ്കിൽ അതൊരു ക്രൂരതയാണ്.
71 ഉറുപ്പ്യ ഞങ്ങൾ പിരിച്ചോളി, 29 പൈസ ഞങ്ങൾ തരാം, ഉറുപ്പ്യ ഞങ്ങൾ തരാം 100-ൽ. ശരി, അങ്ങനെ നിൽക്കുക. കുടുങ്ങിയ കള്ളിക്ക് പിന്നെ വേറൊന്നും ആലോചിക്കാനില്ലല്ലോ. ഏതായാലും ഇവർ തരില്ല. പിന്നെ ബഹളം ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? ചോദിക്കാം, തരില്ല എന്നുറപ്പാ. എലി എത്ര കരഞ്ഞിട്ട് എന്താ, പൂച്ച മൈൻഡ് ചെയ്യോ? പണ്ട് അടൂർവാസി പറഞ്ഞിട്ടുണ്ട്, മൂക്കിന്റെ മേലോട്ടാണ് വെള്ളം വെച്ചാൽ 1 അടി ആയാലും 9 അടി ആയാലും ഒലക്കെയാണ്. മൂക്കിന്റെ താഴോട്ട് വെള്ളമായാലല്ലേ ശ്വാസം വലിക്കാൻ കഴിയുള്ളൂ. അപ്പം നമ്മുടെ സർക്കാർ എന്ത് ചെയ്തു? പിണറായി വിജയന്റെ സർക്കാർ, KN ബാലഗോപാലന്റെ സർക്കാർ, LDFന്റെ സർക്കാർ തീരുമാനിച്ചു, നിങ്ങൾ തരണ്ട, ഞങ്ങൾ കിട്ടണോടത്തുനിന്ന് കടം വാങ്ങിക്കോട്ടെ. അപ്പൊ അവൻ പറയാ അത് പറ്റൂല. നിങ്ങൾ നാടൻ ഭാഷയെ പറഞ്ഞിട്ടില്ലേ, വടി വെച്ച് വാതിലടക്കിയാന്ന് കേട്ടില്ലല്ലേ? വടി വെച്ച് വാതിലടച്ചാലുള്ള കുഴപ്പം എന്താ? നിങ്ങൾ വെച്ച വടി വാതിലിനുള്ളിൽ കുടുങ്ങിയിട്ട് ഇങ്ങോട്ട് വലിക്കാൻ കിട്ടൂല. വടി വാതിലിന്റെ ഇടയ്ക്ക് കുടുങ്ങിയതുകൊണ്ട് വിജാവിരി മര്യാദയ്ക്ക് അമ്പി നിൽക്കാത്തതുകൊണ്ട് കുരുപ്പിട്ട് അടയില്ല. ഇങ്ങനൊരു ഗതികേടുണ്ടോ? വെച്ച വടി വലിക്കാനും കിട്ടൂല, വാതിലിട്ട് അടയില്ല. അതാണ് ഈ വടി വെച്ച് വാതിലടക്കുക എന്ന് പറഞ്ഞ്. ഒന്നുകിൽ വടി എടുക്കുക, എന്നാ വാതിൽ അടയും, അല്ലെങ്കിൽ വാതിൽ തുറന്നു വെക്കുക, എന്നാ പിന്നെ അങ്ങനെ പറഞ്ഞു നോക്കാം. ഒന്നുകിൽ നിങ്ങളുടെ സഹായം നൽകുക, ഞങ്ങളുടെ അവകാശം തരിക, അല്ലെങ്കിലോ ഞങ്ങൾ കിട്ടണോടത്തുനിന്ന് കടം വാങ്ങട്ടെ, കടം ഞങ്ങൾ തീർത്തോളാം. അതിന് സമ്മതിക്കണ്ടേ? സമ്മതിക്കില്ല എന്നിടത്താണ് വായ്പ അനുമതിയില്ല എന്നതാണ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഏറ്റവും ക്രൂരമുഖം. ഇനി കേന്ദ്ര സർക്കാരിന്, ഇന്ത്യയുടെ യൂണിയൻ സർക്കാരിന് ഒരു വർഷം കേന്ദ്ര ബഡ്ജറ്റിൽ നിന്ന് ഒരു വിഹിതം, കേന്ദ്ര ബഡ്ജറ്റിന്റെ ഒരു വിഹിതം കടമായി എടുക്കാം. മനസ്സിലായില്ല നിങ്ങൾക്ക്? ആകെ 100 ഉറുപ്പ്യാണ് കേന്ദ്ര ബഡ്ജറ്റ് വിചാരിച്ചോളി. അത്ര ശതമാനം, ഇത്ര വിഹിതം പുറത്തുനിന്ന് കടെടുക്കാം. നാട്ടുകാരോട്, വിദേശ രാജ്യങ്ങളോട്, വിദേശ ധനകാര്യ സ്ഥാപനങ്ങളോട്, രാജ്യത്തിനകത്ത് നിന്ന് താല്പര്യമുള്ളവരോട് ഒക്കെ കടെടുക്കാം. അത് ഈ കൊല്ലത്തെ കണക്ക് കേട്ടോളി നിങ്ങൾ. കേന്ദ്ര വിഹിതത്തിന്റെ, കേന്ദ്ര ബഡ്ജറ്റ് വിഹിതത്തിന്റെ 40% കേന്ദ്രത്തിന് കടമെടുക്കാം. കേരളത്തിന് എത്രയാണെന്നറിയാൻ അനുവദിച്ച് 3% എന്ന് പറഞ്ഞാൽ 100 ഉറുപ്പികയാണ് കേന്ദ്ര ബജറ്റെങ്കിൽ അവർക്ക് 40 രൂപ കടമെടുക്കാം. കേരളത്തിനോ 100 ഉറുപ്പിയാണ് കേരള ബജറ്റിന്റെ ആകെ തുകയെങ്കിൽ 3 ഉറുപ്പിയെ പാടുള്ളൂ. നമ്മൾ കരഞ്ഞ് കാലുപിടിച്ചു പറഞ്ഞു നോക്കി, മോദിജി അതൊരു ശതമാനം കൂട്ടിയിട്ട് 4 അവിടെ ഒരു വിധം കാര്യങ്ങളൊക്കെ മട്ടും മാതിരിയിലും നടക്കും, കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. സമ്മതിച്ചില്ല, അതിനെ അവസാനിപ്പിച്ചു കളഞ്ഞു കേരളത്തിലെ ഗവൺമെന്റിനോടുള്ള വിരോധം കൊണ്ട്. മറ്റൊരു കാര്യം, എന്നാ പിന്നെ ഇങ്ങോട്ട് തരുന്നില്ല, എന്നാ പിന്നെ അങ്ങോട്ട് വാങ്ങാണ്ടക്കണ്ടേ? 2 ഉദാഹരണം ഞാൻ പറയാം. 2 പ്രളയങ്ങളെ നേരിട്ടവരാണ് മലയാളികൾ. നാം അതിനെ നന്നായി തന്നെ നേരിട്ടു. അതിന്റെ കഥയൊക്കെ നിങ്ങൾക്കറിയാം, ചരിത്രം പറഞ്ഞ് നേരം പോക്കണില്ല. പ്രളയകാലത്ത് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുത്ത റേഷനരിയുടെ അധിക പണം വാങ്ങിയ പരിഷകളാണ്, മഹാക്രൂരന്മാരാണ് കേന്ദ്ര സർക്കാർ. കോടികൾ തിരിച്ചടക്കേണ്ടി വന്നു നമുക്ക്. മനസ്സിലായില്ലേ? 2, ദേശീയപാതാ വികസനം നടക്കില്ല. ഇപ്പം ഞാൻ പെരുമണ്ണയാണ് താമസിക്കുന്നത്. ഞാൻ കോഴിക്കോട്ടേക്ക് പാർട്ടി ഓഫീസിലേക്കും കോഴിക്കോട്ടേക്കൊക്കെ പോകുമ്പം പന്തീരാങ്കാവിലെ റോഡ് മുറിച്ചടക്കാൻ 25 മിനിറ്റ്, അരമണിക്കൂറാ. ഇപ്പം സങ്കട. പക്ഷെ ഞങ്ങൾക്ക് സങ്കടമില്ല. പ്രസവത്തിന് മുമ്പ് ഉള്ളൊരു വേദനയത്, ഒരു കുഞ്ഞു പിറക്കാനുള്ളൊരു പ്രയാസാണത്. 1 കൊല്ലം കൂടി കഴിയുമ്പോഴേക്ക് കാര്യങ്ങൾ ക്ലീനാവും. അതുകൊണ്ട് ഞങ്ങൾ സഹിക്കുക. നിങ്ങൾക്കൊക്കെ അതറിയാം. ഇപ്പൊ പൊടിയുണ്ട്, ബ്ലോക്ക് ഉണ്ട്, തടസ്സമുണ്ട്, ഇടങ്ങറാണ്, ഒക്കെ ശരി, നമുക്കത് പരിഹരിക്കാം. ഇന്ത്യ രാജ്യത്തിലെ 28 സംസ്ഥാനങ്ങളിൽ കേരളം ഒഴികെ നാഷണൽ ഹൈവേ വികസനത്തിന് ഏറ്റെടുത്ത ഭൂമിക്ക് പണം അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നിട്ടില്ല. കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് കൊടുക്കേണ്ടത്. നാഷണൽ ഹൈവേ എന്ന് പറഞ്ഞാൽ എന്താ? ദേശീയപാത. ദേശീയപാത എന്ന് പറഞ്ഞാൽ സംസ്ഥാനം കൊടുക്കേണ്ടത്. അത് ശരി. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതാണ് അതിന്റെ ചുമതലക്കാർ. കേന്ദ്ര സർക്കാരാ പണം കൊടുക്കേണ്ടത്. പക്ഷേ കേരളത്തിൽ 6500 കോടി രൂപ അതിന് കൊടുക്കേണ്ടി വന്നു. ആകെ ഏറ്റെടുത്ത സ്ഥലത്തിന്റെ സംഖ്യ എത്രയാണോ അതിന്റെ 1/4 അഥവാ 25% നിങ്ങൾ തരണം എന്നാണ് നമ്മുടെ നിതിൻ ഗഡ്കരി പറഞ്ഞത്. എന്താ കാരണം കൊടുക്കാൻ? കേരളത്തിന്റെ വികസനമാണ് നമ്മുടെ പ്രധാനപ്പെട്ട അജണ്ട. 1ാമത്തെയും 2ാമത്തെയും 9ാമത്തെയും 100ാമത്തെയും അജണ്ട കേരളം വികസിക്കുക എന്നാ. അതിനാരെങ്കിലും മുടക്കു വെച്ചാൽ നിക്ക്, എന്നാ പിന്നെ അവിടെ കിടന്നോട്ടെ എന്നല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്തുള്ളതുപോലെ ഒച്ചിഴയുന്നതിനേക്കാൾ
വേഗത കുറഞ്ഞ് ദേശീയപാത വികസനം നടക്കുമായിരുന്നു. സമ്മതിച്ചില്ല നമ്മൾ. നിങ്ങൾക്ക് നിങ്ങൾ മുണുങ്ങിക്കോളി. 6500 കോടി ഉറുപ്പ്യ സ്ഥലം ഏറ്റെടുത്തതിന് കേരളത്തിന്റെ ഖജനാവിൽ നിന്ന് സഖാവ് ബാലഗോപാലൻ LDFന്റെ ഗവൺമെന്റ് അനുവദിച്ചു. അത്ര ക്രൂരമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സർക്കാരിനോടും നാടിനോടുമുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇതൊക്കെയായിട്ടും മാതൃകാപരമായ പ്രവർത്തനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ 7 കൊല്ലമായി തുടരുന്നത് നമ്മുടെ നാട്ടിൽ. അതും കൂടി മനസ്സിലാക്കണം. 2 ഉദാഹരണം പറയാം. പരത്തി പറഞ്ഞാൽ നേരം വെളുക്കുന്ന അത്രയുണ്ട് നമ്മൾ ചെയ്ത വികസനം. അതൊക്കെ പറഞ്ഞാൽ നേരം പോവും. പിന്നെ ലീഗുകാരോട് ഇതൊന്നും പറയാനും പോകരുത് കേട്ടോ. ഞാൻ ഇന്നാളൊരു സ്ഥലത്ത് പ്രസംഗിച്ചു. ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട് സ്കൂൾ തുറക്കാൻ. സ്കൂൾ അടച്ചിട്ടില്ല. സ്കൂൾ മാർച്ച് 31 പൂട്ടുക, സമ്മർ വെക്കേഷൻ. അടുത്ത സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് കേരളത്തിന്റെ പാഠപുസ്തകശാലകളിൽ അച്ചടിച്ചട്ടിക്ക് വെച്ചിട്ടുണ്ട് നമ്മളെ കുട്ടികൾക്ക് പഠിക്കാനുള്ള പുസ്തകം. ഞാൻ ഇന്നാൾ എൻ്റെ നാട്ടിലൊരു പൊതുയോഗത്തിൽ പ്രസംഗിച്ച് അതിൻ്റെ പിറ്റേന്ന് ലീഗുകാരൻ്റെ പ്രസംഗം. ആ പൊതുയോഗത്തിൽ എത്രയെങ്കിലും നേരത്തെ കുട്ടികൾക്ക് പുസ്തകം കൊടുത്താൽ ചട്ട പറഞ്ഞു പോകില്ലേ, മറിച്ച് കളിച്ചിട്ട്. ഈ കുരിപ്പിനോട് എന്താ പറയുക? ഞാൻ പിന്നെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചാലോ എന്ന് ആലോചിച്ചു. ബോധം കെട്ടുപോയി ഞാൻ. ആ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് പത്രത്തിൽ വന്നിട്ട് ഞാൻ അതിൻ്റെ ഒരു ചൊർക്കിൽ പ്രസംഗിച്ചതാ. വൈകുന്നേരം ഒരു കട്ടൻ ചായ കുടിച്ചിട്ട്. സ്കൂൾ അടയ്ക്കാൻ 2 മാസമുണ്ട്, തുറക്കാൻ 5 മാസമുണ്ട്, ഇപ്പോഴേ പുസ്തകം കൊടുക്കുകയാണ്. ലീഗുകാരന്റെ പ്രസംഗ. കമ്മ്യൂണിസ്റ്റുകാർക്ക് വിവരമുണ്ടോ? എത്രയെങ്കിലും നേരത്തെ 1-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പുസ്തകം കൊടുത്താൽ തുപ്പലൂട്ടി മറിച്ച് വേർപ്പ് തട്ടിയിട്ട് ചട്ട പറഞ്ഞു പോകൂലേ? ആയിട്ടുള്ളവരൊന്നും പറയാൻ പോകരുതിട്ടങ്ങൾ. ഭ്രാന്തായി പോകും നിങ്ങൾക്ക്. ഇത് തലയ്ക്ക് വെളിവുള്ളവരോട് പറഞ്ഞാൽ മതി. കേരളത്തിലെ വികസന പ്രവർത്തനം വലിയ മുന്നേറ്റത്തിന്റെ, അശ്വമേധത്തിന്റെ അനന്തപാതയിലാണ്. ആ യാഗാശ്വത്തിന്, കുതിരയ്ക്ക് കുതിച്ചു പോകാൻ വിഭവം വേണം, കിതച്ച് കിടന്നു പോകരുത്. അതാ നമ്മുടെ നിലപാട്. 2 ഉദാഹരണം പറഞ്ഞു വിടാം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കേരളത്തിലെ സാധാരണക്കാരായവർക്ക് ഒരു ആശ്വാസത്തിന്റെ അത്താണിയാണ്. ഒരു ക്യാൻസർ വന്നാൽ, ഒരു മാറാരോഗം വന്നാൽ ലക്ഷങ്ങൾ ചെലവാണ്. അത്രയൊന്നും കൊടുക്കാൻ കഴിയില്ലെങ്കിലും അണ്ണാറക്കണ്ണനും തന്നാലായത് ആകാവുന്നത് സർക്കാരിൻ്റെ ഒരു താങ്ങ്. 1 ലക്ഷം ചെലവായ ചിലപ്പോൾ ഒരു 25,000 കിട്ടും. MLA മുഖേന നേതാക്കന്മാർ, പാർട്ടി നേതാക്കന്മാരല്ല, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ചുമതലക്കാർ മുഖേന മുഖ്യമന്ത്രിക്ക് അപേക്ഷ സമർപ്പിച്ചാൽ ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് ആ പൈസ കിട്ടും. ഞങ്ങൾ പറയുന്നു പോരാന്നാ ഞങ്ങളുടെ നിലപാട്. പരാതി ഉണ്ട് എന്നാ ഞങ്ങളുടെ അഭിപ്രായം. 1 ലക്ഷം ചെലവായവന് 25,000 കിട്ടിയിട്ട് എന്താ കാര്യം? എന്നാലും ഒന്നുമില്ലാത്തതിലും ഭേദാണല്ലോ. ആ കണക്ക് കേട്ടോളൂ. 2011 മുതൽ 16 വരെ നമ്മുടെ നാട് ഭരിച്ചത് ഉമ്മൻചാണ്ടിയാണ്, UDF. അദ്ദേഹത്തിന്റെ കാലത്ത് ആകെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ജനങ്ങൾക്ക് കൊടുത്ത ഫണ്ടിന്റെ അളവ് തുക 808 കോടി രൂപയാണ്. കേട്ടോളിയെ. 7 കൊല്ലം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സഖാവ് പിണറായി വിജയൻ കൊടുത്തത് 7600 കോടി രൂപയാണ്. 880-ഉം 7700-ഉം തമ്മിലുള്ള വ്യത്യാസം തലയ്ക്ക് വെളിവുള്ളവനൊക്കെ മനസ്സിലാവും. കുറച്ചുകൂടി മനസ്സിലാവാൻ ചുരുക്കി പറഞ്ഞാൽ, ഒരു ക്ലാരിറ്റിയോടെ പറഞ്ഞാൽ, വ്യക്തത വരാൻ പറഞ്ഞാൽ എളുപ്പമുണ്ടാവും. UDF അവർ ഭരിച്ചിരുന്ന കാലത്ത് 1 കൊല്ലം ശരാശരി 160 കോടി രൂപയാണ് ദുരിതാശ്വാസ നിധിക്ക് ചെലവഴിച്ചത്. നമ്മുടെ സർക്കാർ 1 കൊല്ലം ശരാശരി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന സംഖ്യ 1100. 160 കോടി, 1100 കോടി. വ്യത്യാസം മനസ്സിലായില്ലേ? ഒന്ന് കുന്നിമണിയാണ്, മറ്റതൊരു കുന്നാണ്. മറന്നുകൊണ്ട ഈ രാഷ്ട്രീയം ഈ തിരക്കിനിടയിൽ പറയാൻ വിട്ടുപോകരുത്. മനസ്സിലാക്കാനെങ്കിലും മറക്കരുത്. ഈ കടുത്ത പ്രതിസന്ധിയിലും കഴുത്ത് ഞെരിക്കുന്ന കൊടും ക്രൂരതക്കിടയിലും എന്തെങ്കിലും ഒന്ന് മുടക്കുന്നുണ്ടോ നമ്മൾ? ഇല്ല. ഈ രാഷ്ട്രീയം നാം തിരിച്ചറിയണം. UDFന്റെ ഭരണകാലത്ത് കൊടുത്തതിന്റെ 7 ഇരട്ടി പണമാണ് ദുരിതാശ്വാസ നിധിയിൽ 7 കൊല്ലം കൊണ്ട് സഖാവ് പിണറായി വിജയന്റെ LDF സർക്കാർ നൽകിയത് എന്ന കണക്കൂടി മനസ്സിലാക്കണം. ഒരു കണക്കൂടി പറഞ്ഞ് നമുക്ക് വിടാതെ. പെൻഷൻ പദ്ധതി ഇപ്പോൾ വല്ലാതെ ചർച്ചയല്ലേ? മറിയച്ചട്ടിയല്ല, പെണ്ണുങ്ങളെ പേരെന്താ? മറിയക്കുട്ടി. രണ്ടും കണക്കന്നെ. മറിയച്ചട്ടി കുട്ടിയുമായി, അല്ലെങ്കിൽ മറിയക്കുട്ടി ചട്ടിയുമായി പുറത്തിറങ്ങിയ കഥ. 18 മാസമായിരുന്നു UDFന്റെ ഭരണകാലത്ത് 600 ഉറുപ്പിക പെൻഷൻ കുടിശ്ശികയായത്. നമ്മുടെ സർക്കാരിന്റെ കാലത്ത് ഇത്തിരി കുടിശ്ശികയായി. തെറ്റല്ലേ? ആണ്. തിരുത്തേണ്ടതല്ലേ? പ്രതിഷേധമുണ്ടോ? തർക്കല്ലേ? പ്രതിഷേധമുണ്ട്.
പക്ഷേ ഈ പ്രതിസന്ധിക്കിടയിൽ അതിനെ പരിഹരിക്കാനുള്ള സഹായം ചെയ്യുന്നതിന് പകരം ഇത്തരം ആളുകളെ ചട്ടിയുമെടുത്ത് തെരുവിലേക്ക് ഇറക്കാൻ പ്രലോഭനങ്ങൾ ഉണ്ടാക്കുകയും അതുവഴി പ്രകോപനം സൃഷ്ടിക്കുകയുമാണ് പ്രതിപക്ഷം ചെയ്തത് എന്ന് നാം മറക്കരുത്. ഒരു കണക്ക് ഞാൻ പറയാം. UDFന്റെ ഭരണകാലത്ത് 600 രൂപ പെൻഷൻ വിഹിതം വഴി പെൻഷൻ കണക്കാക്കി കൊടുത്തപ്പം 1600 രൂപയാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത്. UDF 18 മാസക്കാലം അത് കുടിശ്ശികയാക്കിയിരുന്നു. എത്ര റുപ്യ? 600. നമ്മളത് എത്ര മാസമാണ് കുടിശ്ശികയായത്? 3. എത്ര റുപ്യ മാസത്തിൽ? 1600. മറന്നുകൊണ്ട ആ വസ്തുത മനസ്സിലാക്കണം. ഇപ്പൊ കേരളത്തിൽ 60 ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. 7 വർഷം കൊണ്ട് സഖാക്കളെ നമ്മുടെ ഗവൺമെന്റ് ചെലവഴിച്ചത് ഈ ഇനത്തിൽ മാത്രം 16,730 കോടി രൂപയാണ്. 16,730 കോടി രൂപ. ഇനി കേട്ടോളി, കേന്ദ്ര സർക്കാരിൻ്റെതാണ് ഫണ്ട് എന്ന് ചിലരിങ്ങനെ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെതാണ് ഫണ്ട്. ഉണ്ട്, ഇല്ല എന്ന് പറയണ്ട. പണ്ടൊരാൾ പറഞ്ഞിട്ടില്ലേ, തമ്പുരാൻ എനിക്കും കൂടി കൂലി 1,100 റുപ്യാന്ന്. ബന 1 റുപ്യ, തമ്പുരാൻ 1000. കേട്ടോളി കണക്ക്. കേന്ദ്ര സർക്കാർ 4,70,000 പേർക്കാണ് പെൻഷൻ കൊടുക്കുന്നത് കേരളത്തിൽ. എത്രയൊക്കെ നമ്മൾ കൊടുക്കുന്നത്? 60 ലക്ഷം. അതിൽ 5 കൂട്ടിക്കോളി, ബാക്കി 55 ലക്ഷത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നയാ പൈസ വരുമാനമില്ല, സഹായമില്ല. പിന്നെ ആകെ കൊടുക്കണത് എത്രയാ? 4,70,000. പോട്ടെ, 5 ലക്ഷം. 5 ലക്ഷത്തിന്റെ ആളുകൾക്ക് എത്ര റുപ്യ കൊടുക്കുന്നത്? 1,600 പെൻഷനാണോ? അല്ല, 200, 300, 400, 500. ഏറ്റവും കുറച്ച് വിഹിതം 200 ആണ്, ഏറ്റവും വലിയ വിഹിതം 500 ആണ്. എന്നിട്ട് അതിനിടയില അമ്മായിയും കുടിച്ചു പാൽക്കഞ്ഞി എന്ന് പറയാൻ മോഡിന്റെ ബടായി. ഞാൻ കൊടുക്കുന്നുണ്ട് പൈസ എന്ന്. ഈ ജാതി മോശത്തരല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സംസ്ഥാനത്തിലെ ഗ്രാമങ്ങളിൽ സംസ്ഥാന സർക്കാർ വീടുണ്ടാക്കാൻ കൊടുക്കുന്ന സഹായം 4 ലക്ഷം. കേന്ദ്ര സർക്കാർ അതിലേക്കൊരു വലിയ വിഹിതം കൊടുക്കുന്നുണ്ട്. എത്രയാണെന്നറിയോ? 70,000. 4 ലക്ഷത്തിൽ 70,000 കേന്ദ്ര സർക്കാർ, 3,30,000 കേരള സർക്കാർ. നിൽക്കട്ടെ, ആവണതായി പോണ തോണിക്ക് ഒരു ഉന്ത്. നല്ലത് തന്നെ, കിട്ടണത് വാങ്ങുക. അങ്ങനെ ഉണ്ടല്ലോ. ഈ പണ്ടത്തെ ആളുകൾക്കറിയാം, ശർക്കര പായസം ഉണ്ടാക്കാൻ, ഈ ഗോതമ്പിൻ്റെ നമ്മുടെ ചെറുപയർ പരിപ്പിൻ്റെ പായസം ഉണ്ടാക്കാൻ തേങ്ങ പിഴിയണ കാലം. ഒലയ്ക്കൊക്കെ കെട്ടിയിട്ട് തോർത്തുണ്ടിലൊക്കെ പിഴിഞ്ഞിട്ട് തമ്പാലും 1-ാം പാലും 2-ാം പാലും ഒക്കെ കിട്ടും. 3-ാമത്തത് മുക്കി പിഴിഞ്ഞാൽ മുക്കുക എന്നല്ലാതെ പാല് വരൂല. അന്നേരം ആ വെപ്പുകാരൻ പറയും, കുറച്ച് ചൂടെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങനെ ആക്കിക്കോളിയടോ, എന്നാൽ ലേശം കിട്ടുമെന്ന്. അതിലൊരു പിഴിച്ചിലുണ്ട്. അതാ പിന്നെ അവസാനം ഒഴിക്കുക നമ്മൾ. ആ തമ്പാല് ഒഴിച്ചിട്ടും ചൂടെള്ളം ഒഴിച്ചിട്ടും നമ്മൾ പിഴിഞ്ഞു വെക്കുക, അത്രയെങ്കിലും കിട്ടട്ടെ. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇവൻ്റെ എച്ചിത്തരം കണ്ടങ്ങൾ, ഇവൻ്റെ ഒരു അല്പത്തരം കണ്ടങ്ങൾ. കേന്ദ്ര സർക്കാരിൻ്റെ ഇൻഡാസ് വന്നിട്ടുണ്ട്, കൽപ്പന വന്നിട്ടുണ്ട്. 4 ലക്ഷം കൊടുക്കുന്ന പദ്ധതിക്ക് 70,000 ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മോഡിന്റെ മോന്ത കോലായി തന്നെ തൂക്കണം. ആലോചിച്ച് നോക്കി. 2 അപകടം അതിലുണ്ട്. ഒന്നുവന്റെ മോന്ത കണ്ടാൽ തന്നെ ആ കോലായി കേടുവരും. അങ്ങനെയല്ല, ഞാൻ മോശമായി പറഞ്ഞല്ല. അങ്ങനെ ഉണ്ടല്ലോ, ഒരു വൃത്തിയും വെടുപ്പൊക്കെ ആണെങ്കിലല്ലേ മനുഷ്യന് തൂക്കാൻ തോന്നുക. പോട്ടെ, മനുഷ്യന്മാർ ഇപ്പൊ ഞാനൊക്കെ നല്ല സുന്ദരനാണെങ്കിലും മോഡിനെ പറ്റി അങ്ങനെ നിങ്ങൾ പറയണ്ടെന്ന് കൂട്ടുക. ഞാനൊരു തമാശ പറഞ്ഞാട്ടോ, രാഷ്ട്രീയം പറഞ്ഞല്ല, CPMന്റെ LDFന്റെ നയമല്ലത്. ഞാനൊരു തമാശ ചേർത്ത് പറഞ്ഞതാ. മോഡിന്റെ മോന്ത വലിപ്പത്ത് തൂക്കണമെന്ന മാർക്സ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ നൂറ്റാണ്ടിനു മുമ്പ് മുതലാളിത്തത്തെക്കുറിച്ച് പറഞ്ഞൊരു വർത്താനുണ്ട്. ദുരന്തങ്ങളെപ്പോലും വളക്കൂറുള്ള മണ്ണാക്കി വളരാൻ വെമ്പൽ കൊള്ളും മുതലാളിത്തം. അങ്ങനെ ഈ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടത്. കോവിഡിന്റെ സർട്ടിഫിക്കറ്റ്, ഈ മറ്റേ വാക്സിൻ കുത്തിവെച്ചാൽ ആസ്പത്രിയിൽ നിന്ന് കിട്ടണ, ഹെൽത്ത് സെന്ററിൽ നിന്ന് കിട്ടണ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, കോവിഡിന്റെ വാക്സിൻ എടുത്തിട്ടുണ്ട്, എന്നാലല്ലേ പണിക്ക് പോകാൻ കഴിയുള്ളൂ. ആ സർട്ടിഫിക്കറ്റിന്റെ ഇടത്തെ ഭാഗത്ത് മുകളിൽ ഇവന്റെ മോന്തയില്ലായിരുന്നോ? എൻ്റെ നാട്ടിലെ രാമൻകുട്ടിയേട്ടൻ പറഞ്ഞു, ഇവന്റെ ഫോട്ടോ വെക്കാൻ പറ്റിയ വേറൊരു സ്ഥലമുണ്ട്, കോവിഡ് പിടിച്ച് മരിച്ചോലുണ്ട്, ഓന്റെ മരണ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ കുരിപ്പിന്റെ ഫോട്ടോ അവിടെ വെക്കണം എന്നാ ഇവനാ കൊന്നതെന്ന. കേരളത്തിൽ പിന്നെ 24 മരിച്ചിട്ടുള്ളൂ. കേരള സർക്കാരിൻ്റെ ശരിയായ നിലപാട് കൊണ്ടും സമഗ്രമായ ഇടപെടൽ കൊണ്ടും. ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ കേരളത്തിലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പോയി നോക്കൂ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ പ്രധാനപ്പെട്ട കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു സെൽഫി പോയിന്റ് ഉണ്ട്. 1.5-2 ലക്ഷം റുപ്യ ചെലവാക്കി മോഡി ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുക. എന്നിട്ട് മോഡിയുടെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കാനുള്ള സെൽഫി സെന്റർ. സാധാരണ മനുഷ്യൻ
പൈസ കൊടുക്കാൻ തയ്യാറായിട്ടും ടിക്കറ്റ് കിട്ടാനില്ല. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്താൽ ശ്വാസം മുട്ടി നിൽക്കുക. ഒറ്റക്കാല് വെക്കാൻ സ്ഥലമില്ല കേരളത്തിലെ റെയിൽവേ സംവിധാനങ്ങളിൽ, തീവണ്ടികളിൽ. ഞാനൊന്നും വിശദീകരിക്കുന്നില്ല, അപകടങ്ങളുടെ മറ്റൊരു ഭാഗമാണ്. ഡിവൈഎഫ്ഐക്കാർ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി നന്നായി വിശദീകരിച്ചുകൊണ്ടാണ് ഞാനത് പറയാത്തത്. അതിനൊന്നും പൈസ ചെലവാക്കാതെ മോഡി മൂപ്പരെ പ്രതിമ അവിടെ വെച്ചിട്ട് കട്ടൗട്ട് എന്ന് പറയില്ലേ, സച്ചിത്രം, ഇങ്ങനെ പൂർണ്ണകായ ചിത്രം വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്തോളിയുന്ന. ആര് ഫോട്ടോ എടുക്കാൻ? ഞാൻ ആക്ഷേപിക്കാൻ പറഞ്ഞല്ല. നാള് മോഡീൻ്റെ ആകെയുള്ള പണി നടക്കൽ തള്ളു മാത്രമാണ്. കോഴിക്കോട് ഒരു മാളിൽ ഞാൻ പോയപ്പോൾ അവിടെ പുഷ് പുള്ള് എന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റർ കാണാനില്ല. ചില്ലിൻ്റെ വാതിലിൻ്റെ ഉള്ളിൽ മുട്ടിപ്പോയിട്ട് മൂക്ക് പൊട്ടിക്കേണ്ട എഴുതിയൊക്കെ അല്ല, പുഷ് പുൾ, തള്ളുക വലിക്കുകയാണ്. അത് കാണാഞ്ഞപ്പോൾ ബംഗാളി നിൽക്കണ സെക്യൂരിറ്റി നിൽക്കണ ബംഗാളിനോട് ഞാൻ ചോദിച്ചു, ഇത് എന്താ എഴുതാത്തത്? അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ അയാൾക്ക് നല്ല മലയാളം അറിയാം, നിങ്ങൾ സുരഭി മാളിൽ പോയി നോക്കിയാലും കാണാം അങ്ങനത്തെ. അവിടെ മൂപ്പരെന്നോട് നിങ്ങൾ ശ്രദ്ധിക്കായിട്ടാ, അവിടെ ഒരു ഫോട്ടോ ഉണ്ട്, അത് മതി. നോക്കുമ്പോൾ മോഡീൻ്റെ മോന്തയാ, അത് മതി, ഒരുവിധം അന്നം തിന്നണമെന്നൊക്കെ അറിയാം, അപ്പം എൻ്റെ മോന്ത കണ്ടാ തള്ളു, അതാണ് എല്ലാവർക്കും അറിയാത്. പിന്നെ എന്തിനാ വേറെ ചിത്രം? മോഡീൻ്റെ മോന്ത കണ്ട കുട്ടിയൊക്കെ അടക്കം അറിയാം, തള്ളു തള്ളു എന്ന് പറഞ്ഞാൽ ഇന്നെ പോലെ വയസ്സന്മാർക്ക് മനസ്സിലാവൂല, കുട്ടികളുടെ ഭാഷയാ, ന്യൂജൻ ഭാഷ, തള്ളു, ബടായി വിളമ്പല്. വിശദീകരിക്കുന്നില്ല ഞാൻ. കേരളത്തിലെ പെൻഷന്റെ കാര്യത്തിൽ, കേരളത്തിലെ ഭവന നിർമ്മാണ പദ്ധതികളുടെ കാര്യത്തിൽ കടുത്ത അനീതിയാണ് കേരളത്തോട് കാണിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, നമ്മൾ ഈ പ്രയാസത്തിനിടയിലും നാം പ്രതീക്ഷയുടെ കൈത്താങ്ങാണ്, ആശ്വാസത്തിന്റെ അത്താണിയാണ്, പ്രതിരോധത്തിന്റെ പടച്ചട്ടയാണ് എന്ന് പറയാൻ ഞാൻ ഇത്രയും പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി പറഞ്ഞു, പെൻഷൻ കാര്യം പറഞ്ഞു, ഭവന നിർമ്മാണ പദ്ധതി പറഞ്ഞു. ഇനി ഒന്നുകൂടി കേട്ടോളൂ. ആകെ പ്രയാസപ്പെട്ട് നമ്മുടെയെല്ലാം ആലോചനയുടെ ആദ്യ ഭാഗത്തിൽ തന്നെ അസ്വസ്ഥത പടർത്തുന്ന KSRTC, കേരളത്തിലെ പൊതുഗതാഗത മേഖല, KSRTC ബസ്. KSRTCക്ക് UDFന്റെ ഭരണകാലത്ത് 5 കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി കൊടുത്തത് 1541 കോടി രൂപയാണ്. സഖാവ് പിണറായി വിജയന്റെ നമ്മുടെ സർക്കാർ 7 കൊല്ലം കൊണ്ട് കൊടുത്തത് 9700 കോടി രൂപയാണ്. കുറച്ചുകൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് KSRTCക്ക് പുറത്തുനിന്നുള്ള ധനസഹായം താങ്ങായി ഒരു വർഷം 300 കോടി ശരാശരി. പിണറായി വിജയന്റെ ഭരണകാലത്ത് 7 കൊല്ലവും ഒരു വർഷം ശരാശരി 1400 കോടി രൂപ കൊടുത്തു എന്നാണ് കണക്ക്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല നിങ്ങൾക്ക്? പ്രയാസത്തിന്റെ പാരാവാരത്തിൽ മൂക്കറ്റം മുങ്ങി നിൽക്കുമ്പോഴും പ്രതീക്ഷയുടെ കിരണമായി, പ്രത്യാശയുടെ രാഷ്ട്രീയ മുഖമായി, ആശ്വാസത്തിന്റെ അത്താണിയായി കേരള സർക്കാർ മാറുന്നു. നാം പണമില്ലെന്ന് പറഞ്ഞ് ഒന്നും വഴിയിൽ ഉപേക്ഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി വിശദീകരിച്ച നേരം പോകും. കേരളത്തിലെ മാധ്യമങ്ങളുടെ നിലപാടും കൂടി നാം വിചാരണ ചെയ്യണം. ചുരുക്കി പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ നമ്മളോട് പറയാത്ത കുറേ കാര്യമുണ്ട്. വിശദീകരിക്കാൻ വിസ്താര ഭയത്താൻ ഞാൻ മെനക്കെടുന്നില്ല, ഓരോ വാചകമായിട്ട് പറയാം. ഞാൻ ഇനി പറയാൻ പോകുന്ന ഒരു 5-6 കാര്യങ്ങളിൽ നിങ്ങളോട് ആരെങ്കിലും വലതുപക്ഷ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് ചോദിക്കണം. 1, ശബരിമലയിൽ ഭയങ്കര തിരക്കായിരുന്നു, നിയന്ത്രിക്കാൻ പോലീസില്ല. എന്താ പോലീസില്ലാത്തത്? ഈ പിണറായി വിജയന്റെ വയ്യേക്ക് പോവല്ലേ പോലീസ് മുഴുവൻ, അതുകൊണ്ട് ആടെ പോലീസുണ്ടോ? അതായിരുന്നോ സത്യം? ഇത് മാധ്യമങ്ങൾ പറഞ്ഞതാ. സത്യതായിരുന്നോ? അല്ല. കഴിഞ്ഞ 3-4 വർഷക്കാലമായി ശബരിമലയിൽ വരുന്ന, കോവിഡ് കഴിഞ്ഞതിന് ശേഷമുള്ള 2-3 വർഷക്കാലമായി ശബരിമലയിൽ ഡ്യൂട്ടിക്ക് നിശ്ചയിച്ച പോലീസുകാരേക്കാൾ കൂടുതലാണ് 2023 ഈ മണ്ഡലമാസ കാലയളവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പോലീസിനെ നിയോഗിച്ചത്. ആരെങ്കിലും പറഞ്ഞങ്ങളോട്? പറഞ്ഞില്ല. നവകേരള ബസ്സിലെ മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ, നവകേരള യാത്രയ്ക്ക് ബസ് ഉപയോഗിച്ചപ്പം എന്തൊക്കെ കേട്ടു നമ്മൾ? കുളിമുറിയുണ്ട്, ടോയ്ലറ്റ് ഉണ്ട്, പിന്നെ ബാത്ത് ടബ് ഉണ്ട്, പിന്നെ സ്വിമ്മിംഗ് പൂളുണ്ട്, ടെന്നീസ് കോർട്ട് ഉണ്ട്. പറഞ്ഞ് എവിടെ എത്തിയതാ വടായി. എൻ്റെ നാട്ടിലെ പണ്ടൊരാൾ പറഞ്ഞതിന് പണ്ടത്തെ ദിനേശ് പീഡി ഉണ്ടപ്പോൾ. അപ്പം ആലോചിച്ചാൽ എന്തേനു പണ്ടത്തെ ദിനേശ് പീഡി? പണ്ടത്തെ ദിനേശ് പീഡി എന്ന് പറഞ്ഞാൽ രാമൻകുട്ടി തോൾ വെച്ചെടുക്കല്ലേ ശങ്കരൻ നായർക്ക് വലിക്കാൻ, ആ വണ്ണം കൊണ്ടേ. എന്നിട്ട് ശങ്കരൻ നായർ ഇങ്ങനെ വലിച്ച് തീ വയ്യോട്ട് വരുമ്പോൾ രാമൻകുട്ടി ഇങ്ങനെ വയ്യോട്ട് നിൽക്കല്ലേ. എന്നിട്ട് ഒരു ദിവസം വയ്യോട്ട് നീങ്ങാൻ മറന്നുപോയിട്ട് അവൻ്റെ നെഞ്ചത്തെ രോമം കരിഞ്ഞോയില്ലേ. ഏത് ജാതി ബടായിയ? നവകേരള യാത്രക്ക് ഉപയോഗിച്ച ബസ്സിന്റെ ബടായിയ പറഞ്ഞ് വല്ലാത്ത വർത്താനം.
ആകാശത്തിന് പെയിന്റ് അടിക്കും, പന്തലിടും, ഐസ് കട്ടയ്ക്ക് പെയിന്റ് അടിക്കും, അറബിക്കടലിൽ പാലം കെട്ടും, മൂക്കിൻതോട്ട മൂന്നാക്കും, എന്തെല്ലാം നാട്ടിൽ പ്രസംഗം ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസ് ഇപ്പം മിണ്ടണില്ലല്ലോ. മിഷങ്കല്ല് താണതുപോലെ വെള്ളത്തിൽ കിടക്കല്ലേ. രാഹുൽ ഗാന്ധി നല്ല സൗകര്യത്തിൽ യാത്ര നടത്തണം എന്നാട്ടോ ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് നിങ്ങൾ പറയും പോലെ തെണ്ടിത്തരം പറയാനാവില്ല. ശരിയായ നിലപാടേ ഞങ്ങൾക്കുള്ളൂ. ആര് എന്നല്ല, എന്ത് എന്നാ ഞങ്ങളുടെ നിലപാട്. രാഹുൽ ഗാന്ധിയുടെ ബസ്സിൽ ലിഫ്റ്റാണ്, ഇങ്ങനെ മേലോട്ട് പൊങ്ങി വരിക, വർത്താനം പറയുക, താഴോട്ട് പോവുക. ആലോചിച്ച് നോക്കി നിങ്ങൾ. അത് വേണമെന്നാ ഞങ്ങളുടെ അഭിപ്രായം, മോശമെന്നല്ല. ദേശീയ നേതാക്കന്മാർ നമ്മുടെ നാടിന്റെ സ്വത്താണ്. രാഹുലിനോടും രാഹുലിന്റെ പാർട്ടിയോടും ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ എല്ലാ സൗകര്യങ്ങളോടും പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹത്തെ തടഞ്ഞ കോൺഗ്രസ് BJPയുടെ സർക്കാരിന്റെ നിലപാടുകൾ, സംസ്ഥാന സർക്കാരുകൾ ചിലതെല്ലാം അദ്ദേഹത്തിന്റെ യാത്രയ്ക്ക് പ്രയാസമുണ്ടാക്കി. പാടില്ലായിരുന്നു എന്ന LDFന്റെ നിലപാട്. രാഹുൽ ഗാന്ധി ആയതുകൊണ്ടല്ല, രാജ്യത്തിന്റെ നയം വിശദമായി പഠിച്ചതുകൊണ്ടാണ്. വിശദീകരിക്കുന്നില്ല ഞാൻ. നവകേരള യാത്രയിലെ ബസ്സിനെ സംബന്ധിച്ച് പറഞ്ഞ വർത്തമാനങ്ങൾ ഇപ്പം ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നില്ല. സഖാവ് P. ജയരാജൻ, കണ്ണൂരിലെ പാർട്ടി നേതാവ്, അദ്ദേഹം ഇപ്പം ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനാണ്. അവിടെ ഉണ്ടായിരുന്നൊരു പാട്ട പഴയ കാറ് വിറ്റ് പുതിയ കാറ് വാങ്ങി. നമ്മുടെ സുജയ പാർവതി എന്ന് പറഞ്ഞ റിപ്പോർട്ടിലെ ചർച്ചക്കാരി എന്താ പറഞ്ഞത്? ബുള്ളറ്റ് പ്രൂഫ് കാറ് വാങ്ങിയെന്ന. എൻ്റെ അമ്മേ, 2 ആഴ്ച കഴിഞ്ഞപ്പോൾ സുജയ പാർവതി പറഞ്ഞു, ഞാനത് ചെറിയ പോരായ്മ വന്നതാണ്, അതീവ സുരക്ഷയുള്ള കാറ് വാങ്ങിയെന്നാണ്. ആലോചിച്ച് നോക്ക്, വേഗം മാറ്റുക. എൻ്റെ നാട്ടിൽ പണ്ടൊരുത്തം പടായി വിട്ടിരുന്നു, മൂക്കിലൂടെ ചോറിടണ യന്ത്രമുണ്ട് എൻ്റെ വീട്ടിൽ. നാട്ടുകാർ ചോദിച്ചു, മൂക്കിലൂടെ ചോറോ? ജാതി വിടലട്ടോ. തർക്കായി. അവസാനം ബെറ്റ് വെച്ചു. ഞങ്ങൾ രാവിലെ അങ്ങോട്ട് വരുന്നുണ്ട്, ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ ഈ കാണിച്ചു തരണം. ബെറ്റ് വെച്ചു. 1 കോടി ഉറുപ്പ്യക്ക്. ചെറുപ്പക്കാരൊരു 4 ആളെ സംഘം രൂപീകരിച്ച് ഒരു 12:30 മണിക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാനാകുമ്പോൾ എൻ്റെ വീട്ടിൽ പോയി. അപ്പം കോലായിൽ ഇരിക്കുന്നുണ്ട്, ആത്തേക്ക് വിളിച്ച് ഡൈനിങ് ടേബിളിൽ ചോറും കൂട്ടാനൊക്കെ കൊണ്ടുവച്ച് ബൻ ഉരുട്ടി സാധാരണ തിന്നാൻ തുടങ്ങി തൊള്ളേ കൂടെ. അപ്പം നാട്ടുകാർ ചോദിച്ചു, അല്ലടോ ഇന്നലെ വടായി വിട്ട് മൂക്കിലൂടെ ചോറിനണ യന്ത്രമുണ്ട് എന്ന്. അപ്പം ഒക്കെ ആക്കി കഴിച്ച് ലേശം വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി ഏമ്പക്കം വിട്ടുമ്പോൾ പറയാ, ഇന്നലെ വേണ്ട ചേട്ടാ, വെള്ളം തന്നോണ്ടൊന്നും ഞാൻ കിട്ടൂല. അപ്പോൾ ഈ ചങ്ങായി പറയാ, തീറ്റയൊക്കെ കഴിഞ്ഞ് ഏമ്പക്കം വിട്ടിട്ട്, അത് ഇന്നലെ പറഞ്ഞപ്പോൾ ചെറിയൊരു പാൾട്ട് പറ്റിയിട്ടുണ്ട്, 2 ഇഞ്ച് താഴത്ത് കൂടിയാണ്. ഈ തെണ്ടി കയറ്റണത് തൊള്ളേ കൂടിയാണ്. സുജയ പാർവതി പറഞ്ഞ അങ്ങനെയല്ലേ? ബുള്ളറ്റ് പ്രൂഫ് കാറ് എന്ന ജയരാജന്റെ കാറിനെ കുറിച്ച് പറഞ്ഞത്. പിന്നെ പറഞ്ഞല്ല, ഇന്നോവ കാറാണ്, അതീവ സുരക്ഷ. പിന്നെ അതീവ സുരക്ഷ ഇല്ലാതെ 3 ടയറുള്ള കാർ ഉണ്ടാവുമോ? ഡോറ് തുറക്കാൻ കഴിയാത്ത കാർ ഉണ്ടാവുമോ? ചില്ലിന് പകരം കാർഡ്ബോർഡിന്റെ ചട്ടച്ച കാർ ഉണ്ടാവുമോ? നിങ്ങളെന്താ പറയുന്നത്? ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. P. ജയരാജന്റെ കാറിനെ കുറിച്ച് അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? SFIയുടെ സംസ്ഥാന നേതാവ് ആർഷോ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയ പ്രസിദ്ധമായ മഹാരാജാസ് കോളേജിൽ അദ്ദേഹം എഴുതാത്ത പരീക്ഷ ജയിച്ചു എന്ന് CPMകാർക്ക് വേണ്ടി മാർക്ക് ലിസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു മഹാരാജാസിലെ മാർക്സിസ്റ്റ് മാഷന്മാര് എന്ന് വാർത്ത ചമച്ചില്ല നിങ്ങൾ? 1.5 മാസമല്ലേ ചർച്ച നടത്തിയ? എന്തായി അതിനെക്കുറിച്ച്? നിങ്ങൾ ആരെങ്കിലും ഉണ്ടിയോ? ഒരക്ഷരം സംസാരിച്ചോ നിങ്ങൾ? ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പല്ലേ സഖാക്കളെ നമ്മുടെ നാട്ടിൽ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒരു സമരവുമായി വന്നത്? SSLC പരീക്ഷയ്ക്ക് മുമ്പുള്ള മോഡൽ പരീക്ഷയ്ക്ക് ചോദ്യ പേപ്പറിന് പൈസ വാങ്ങുന്നു ഈ വൃത്തികെട്ട സർക്കാർ. അതിന് സമര. ഞങ്ങളോട് പറയാലോ, ഞാൻ CPIMന്റെയും LDFന്റെയും ഒക്കെ ഒരു ഉത്തരവാദപ്പെട്ട സഖാവ. അത്യാവശ്യം പത്രം വായിക്കലും TV കാണലും ഓർമ്മശേഷിയും ഒക്കെ എനിക്കുണ്ട് എന്ന് എൻ്റെ ഒരു അഹങ്കാരം. ഒരു സഖാവ് എന്നോട് ചോദിച്ചു, ഇതൊരു തെണ്ടിത്തരായി പോയിട്ടോ നാട്ടിലുള്ള സഖാവ്. ഈ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ 4 ചോദ്യ പേപ്പർ കൊടുക്കാനുള്ള 3 കടലാസിന് നിങ്ങളിങ്ങനെ പൈസ വാങ്ങിയിട്ട് പറയിപ്പിക്കാൻ നിൽക്കണോ? എൻ്റെ സഖാക്കളെ, ഞാൻ കുറ്റബോധത്തോടെ പറയട്ടെ, ഞാൻ പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതാവിനോട് വിളിച്ചു ചോദിച്ചു ഇതേ ചോദ്യം. നിങ്ങൾ എന്ത് വർത്താനാണ്? ഉളുപ്പില്ലാത്ത പണിക്ക് നിൽക്കണം. 10 ഉറുപ്പ്യ കിട്ടിയിട്ട് വേണോ സർക്കാരിന്? തുപ്പല് കുടിച്ച് പള്ളന്നറിയോ? എന്തിനാ മക്കളോട് പൈസ വാങ്ങണത്? അപ്പൊ ആ സഖാവിനോട് പറയാ, നിന്നെപ്പോലുള്ള ആള് പോലും ഇങ്ങനെയാണ് കണക്കാക്കുന്നതിൽ എന്താ സഖാവെ ചെയ്യാ? എടാ, ഇത് 2013 മുതൽ ഈ ഫീസ് വാങ്ങണുണ്ട്. നിങ്ങൾ നോക്ക്, 2013 സർക്കാരിന്റെ പേര് LDF എന്നല്ല, UDF എന്നാ. മന്ത്രിയുടെ പേര് ശിവൻകുട്ടി എന്നല്ല, R. ബിന്ദു എന്നല്ല, അബ്ദുറബ്ബ് എന്ന.
UDFന്റെ ഭരണകാലത്ത് ലീഗ് മന്ത്രിയായ അബ്ദുറബിന്റെ ഉത്തരവനുസരിച്ചാണ് 2013 മുതൽ 10 വർഷമായി കേരളത്തിലെ SSLC വിദ്യാർത്ഥികൾക്കുള്ള മെയിൻ പരീക്ഷയുടെ തൊട്ടുമുമ്പുള്ള മോഡൽ പരീക്ഷയ്ക്ക് കൊടുക്കുന്ന ചോദ്യപേപ്പറിന് ഒരു 10 ഉറുപ്പിക ഫീസ് വാങ്ങുന്നുണ്ട്. ആരെങ്കിലും സമരം നടത്തിയോ? ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? പക്ഷെ ഒരാഴ്ച സമരം നടന്നുട്ടോ കേരളത്തിൽ. സാംസ്കാരിക പ്രബുദ്ധം, സാക്ഷര സുന്ദരം, രാഷ്ട്രീയ പ്രബുദ്ധം എന്നൊക്കെ നാം മേനി നടക്കുന്ന കേരളത്തിലാണിത്. അപ്പം സഖാക്കളെ, വലതുപക്ഷക്കാരെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, നമ്മളെല്ലാം ഒരാത്മപരിശോധനയ്ക്ക്, വിമർശനത്തിന് വിധേയരാകണം. എനിക്ക് തോന്നിയല്ലോ സംസ്ഥാന നേതാവിനോട് വിളിച്ചു ചോദിക്കാൻ. അദ്ദേഹം ചീത്ത വിളിക്കേണ്ടി വന്നല്ലോ. എടാ നിനക്ക് ഓർമ്മയില്ലേന്ന് ഓർമ്മ വരാൻ. അതാ നമ്മുടെ നാട് മാസ്മരിക പ്രഭയിൽ കണ്ണു മഞ്ഞളിപ്പിക്കുന്നു. മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് പറയും സംസ്കൃതത്തിൽ, ബ്രെയിൻ വാഷിംഗ് എന്ന് പറയും ഇംഗ്ലീഷിൽ. തലച്ചോറ് ഓന് തിന്നാൻ കൊടുക്കുക എന്ന മലയാളം. ആ രാഷ്ട്രീയം നാം നന്നായി പഠിച്ചില്ലെങ്കിൽ കുഴപ്പത്തിലാവും. രാഹുൽ മാങ്കൂട്ടം 6 ദിവസമാണ് ജയിലിൽ കിടന്നത്. 6 ദിവസം. ഇവിടെ ഇരിക്കുന്ന CPMന്റെ നേതാക്കൾ രാധാഗോപി, ഞാനും സുധീഷ്, ഇവരൊക്കെ എത്രയോ ദിവസം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഞാൻ അടുപ്പിച്ച് ഏറ്റവും കൂടുതൽ കിടന്ന് 23 ദിവസം. ഒരു കുട്ടി തിരിഞ്ഞു നോക്കിയിട്ടില്ല സഖാക്കളല്ലാതെ, ഒരു പത്രം എഴുതിയിട്ടില്ല. ആ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ പുറത്തു കൂടെ ആ പാപ്പിനിശ്ശേരിക്കുള്ള ബസ്സും ശ്രീകണ്ഠാപുരത്തേക്കുള്ള മണ്ണിന്റെ ലോറിയൊക്കെ പോണ ഒച്ച കേൾക്കുമ്പോൾ ലോറിന്റെ നിറം എന്താന്ന് കാണാൻ ഒരു പൂതിയായി പോവുക 2 ദിവസം കഴിഞ്ഞപ്പോൾ. മനസ്സിലായില്ല നിങ്ങൾ? ഞങ്ങൾ ആരെങ്കിലും ജയിലിൽ കിടന്നപ്പം ആരെങ്കിലും എഴുതിയോ ഒരു വലിയ സംഭവമാണ്? രാഹുൽ മാങ്കൂട്ടം എന്തിനാ ജയിലിൽ പോയത്? യൂത്ത് കോൺഗ്രസിന്റെ പതാക ഉയർത്തുമ്പം ചർക്ക എന്ന് പറഞ്ഞ സാധനം തലരിഞ്ഞു വെച്ചാ? അല്ല, തെമ്മാടിത്തം കളിച്ചിട്ടാ. തെമ്മാടിത്തം കളിച്ചാൽ പിന്നെ 1 ഉറുപ്പിക്ക് 2 എണ്ണം കിട്ടുന്ന കടലമുട്ടായി വാങ്ങി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അണ്ണാക്കിലേക്ക് തിരികെ അമ്മ പണിക്ക് പോയിട്ടില്ലേ അങ്ങനെയാ പോലീസുകാർ ചോദിക്കുക? അല്ല, കോളറിന് പിടിക്കും, ജീപ്പ് കയറ്റും, ജയിലിലാക്കും. മലയാള ഭാഷാ സാഹിത്യത്തിൽ ഒരു പ്രയോഗമുണ്ട്, നീന്താൻ ഇറങ്ങിയിട്ട് നനഞ്ഞുപോയി എന്ന് ഒച്ചിമ്പൊളി ഉണ്ടാക്കരുത്. നീന്താൻ കുളത്തിന്റെ വക്കത്ത് നിൽക്കണ ഒരുത്തനെ ഉന്തി തള്ളിയിട്ടാ പറയാ അയ്യോ ഞാൻ നനഞ്ഞുപോയി എന്ന്. ഉന്തി തള്ളിയിട്ടിട്ടാ. ഇത് ഞാൻ ചാടുകയാണെന്നും പറഞ്ഞ് നീന്താൻ ഇറങ്ങിയിട്ട് ഉടുത്തതൊക്കെ നനഞ്ഞുപോയി എന്ന് ഉളുപ്പില്ലാണ്ട് എരുമേനെ പോലെ കരഞ്ഞിട്ട് എന്ത് കാര്യം? കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ പാലുകൊടുത്ത് പരിപോഷിപ്പിക്കുന്നു. തട്ടകം തീർത്ത് തലയെടുപ്പോടെ നിൽക്കാൻ അവസരമൊരുക്കുന്നു കേരളത്തിലെ വലതുപക്ഷ പത്രങ്ങൾ. ആ മാധ്യമങ്ങളുടെ വൃത്തികേടിനെതിരെ, വിളയാട്ടത്തിനെതിരെ ശരിയായ നിലപാട് നാം സ്വീകരിക്കേണ്ടതുണ്ട്. മാർക്ക് ട്വെയിൻ എന്ന് പറഞ്ഞ അമേരിക്കയിലെ പ്രസിദ്ധനായ ജനപ്രിയ സാഹിത്യകാരന്റെ പ്രസിദ്ധമായൊരു പ്രയോഗം നമ്മളൊക്കെ നടത്തുന്നതാ. എന്താ അത്? സത്യം ചെരുപ്പിടാൻ നോക്കുമ്പോഴേക്ക് നുണ ഒരു തവണ പ്രപഞ്ചം ചുറ്റി വന്നിട്ട് ചോറും തിന്ന് ലൈറ്റ് ഓഫാക്കി ഫാൻ ഇട്ടിട്ട് കുറച്ച് മൂടി കിടന്നിട്ടുണ്ടാവും. സത്യം ചെരുപ്പിട്ട് രാമനാട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുക, മറ്റോ പണി കഴിഞ്ഞ് പുരയിലെത്തിയിട്ടുണ്ടാവും നുണ. സത്യം ചെരുപ്പ് ധരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് നുണ പ്രപഞ്ചം ചുറ്റിയെത്തിയിട്ടുണ്ടാകും എന്ന മാർക്ക് ട്വെയിന്റെ ചൊല്ലിനെ അന്വർത്ഥമാക്കും വിധം കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ വല്ലാതെ തിടം വെക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെയും ശിരസ്സറുക്കാൻ, യശസ്സു പൊളിക്കാൻ എന്ന രാഷ്ട്രീയം നാം തിരിച്ചറിയണം. മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോണില്ല. കേരളത്തിലെ മാധ്യമ തമ്പുരാക്കന്മാരെല്ലാം ചേർന്ന് നടത്തുന്ന, വലതുപക്ഷ വൈതാളികന്മാരുടെ പിന്തുണയോടെ നടത്തുന്ന ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ വേട്ടയ്ക്കെതിരായി ജാഗ്രതയുടെ തുറകണ്ണുകൾ സൂക്ഷിക്കുക എന്നത് വളരെ പ്രധാനമാണ്. മാധ്യമങ്ങൾ നമ്മോട് പറഞ്ഞില്ലേ, കേരളത്തിന്റെ വരുമാനം 2 എണ്ണാണ്. ഒന്ന് ലോട്ടറി, ഒന്ന് കള്ള്. മദ്യവും ലോട്ടറി ഇല്ലെങ്കിൽ കേരളത്തിന്റെ കാര്യം കട്ടപ്പുകയാണെന്ന് മാധ്യമങ്ങൾ പറഞ്ഞില്ലേ. ലോട്ടറിയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ 7ാമത്തെ സംസ്ഥാനമാണ് വരുമാനത്തിന്റെ കാര്യത്തിൽ കേരളം. മദ്യത്തിന്റെ കാര്യത്തിൽ 9ാമത്തെ സംസ്ഥാനമാണ് കേരളം. നമ്മളോട് ആരെങ്കിലും പറഞ്ഞോ? കേരളത്തിലെ റോഡുകൾ മോശമാണ് എന്നല്ലേ ചർച്ച? കേരളത്തേക്കാൾ മോശമുള്ള റോഡുകൾ മറ്റും. നമ്മുടെ നിലപാട് മോശമാണ്, ഇനിയും നന്നാവണം നാട്ടോ, അല്ലാതെ മോശമൊന്നും പറയുന്നില്ല നമ്മൾ. പക്ഷെ ഉണ്ടാക്കിയൊരു നിലപാടെന്താ? വരുത്തി തീർത്തൊരു ഇമേജ് എന്താ? സന്നിവേശിപ്പിച്ചൊരു സന്ദേശം എന്താണ്? ആ രാഷ്ട്രീയം നാം തിരിച്ചറിയണം. വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തേക്ക് പോകുന്നു. മദ്യവും ലോട്ടറിയും മാത്രമാണ് കേരളത്തിന്റെ വരുമാനം. വ്യവസായ സൗഹൃദമല്ല കേരളത്തിന്റെ അന്തരീക്ഷം. അങ്ങനെ പറഞ്ഞുപോയ കിറ്റക്സ് സാബുവിന് ആന്ധ്രാപ്രദേശിലെ പരമു നായരോട് പരാതി പറഞ്ഞിട്ട് പരമസങ്കടം പരിഹാരമായി എന്ന് കേട്ടില്ലേ? അവിടെ തുടങ്ങാൻ സമ്മതിച്ചില്ല, അടിച്ചു പിടിച്ച് പുറത്താക്കിയതാ. ഇവിടെ തുടങ്ങാനെങ്കിലും സമ്മതിക്കും. ഈ രാഷ്ട്രീയമെല്ലാം മാധ്യമങ്ങൾ നടപ്പാക്കുന്ന പണിയിലാണ് എന്ന് നാം തിരിച്ചറിയണം. ഈ കഴിഞ്ഞ ദിവസമല്ലേ ശ്രീജിത്ത് പണിക്കർ എന്നൊരു പൊട്ടൻ RSSന്റെ വലിയ ചർച്ചക്കാരനാണോ ശ്രീജിത്ത് പണിക്കർ?
ഭരണഘടനയുടെ ഒരു കോപ്പി ഉയർത്തിപ്പിടിച്ച് നവമാധ്യമങ്ങളിൽ ഇയാൾ വന്നില്ലേ? നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, അടിസ്ഥാന മൗലികാവകാശങ്ങൾ പറയുന്നിടത്ത് ആരംഭിക്കുന്ന പേജ്, അതിൻ്റെ മുകളിൽ ശ്രീരാമന്റെയും സീതാദേവിയുടെയും ലക്ഷ്മണകുമാരന്റെയും ഫോട്ടോയുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ഭാരതം തന്നെ വിളിക്കണം. ഇന്ത്യ ഭാരതം രാമരാജ്യമാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? RSS മോഡിയും പറഞ്ഞതല്ല, ഇത് BR അംബേദ്കർ ഉണ്ടാക്കിയ ഭരണഘടനയിലെ ചിത്രം രാമനും സീതയാണ് എന്ന് പറഞ്ഞില്ലേ? ആണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയുടെ 3-ാമത്തെ അധ്യായം തുടങ്ങുന്നതിന്റെ ചിത്രം രാമൻ, സീത, ലക്ഷ്മണനാണ്. 4-ാമത്തെ അധ്യായം ശ്രീകൃഷ്ണൻ, അർജുനനാണ്. പക്ഷെ അത് മൂപ്പര് പറയില്ല. മൂപ്പർക്ക് ഇഷ്ടമാണ് അർജുനനും പിന്നെ ഈ ഇതൊക്കെ പറയാൻ, അർജുനനും ശ്രീകൃഷ്ണനും ഒക്കെ പറയാൻ. പക്ഷേ 14-ാമത്തെ അധ്യായം അക്ബറാണ്. മഹാനായ അക്ബർ ചക്രവർത്തി, മൂപ്പര ചിത്ര. 16-ാമത്തെ അധ്യായം, അക്ബർ 14-ാമത്തെ അധ്യായത്തിലുണ്ട്. 16-ാമത്തെ അധ്യായത്തിൽ ഝാൻസി റാണി, ടിപ്പു സുൽത്താൻ അമ്പലം പൊളിച്ച ഭീകരവാദി മുസ്ലിം ടിപ്പു. ബാങ്കിന് നിർത്തിയതാട്ടോ, ഒപ്പ് നിർത്തി തരും ഞാൻ, ബേജാറാവണ്ട. അധികം കൂടുതലാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഉൾപേജുകളിൽ ഝാൻസി റാണി, ഗുരു ഗോവിന്ദ് സിംഗ്, ടിപ്പു സുൽത്താൻ, അക്ബർ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ, സീത, ലക്ഷ്മണൻ, ശിവജി, ഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഇങ്ങനെ തുടങ്ങി ഒരു പടി ആളുകളുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും പറയാൻ നേരില്ല. നമുക്ക് ഭരണഘടനയെക്കുറിച്ച് സംസാരം നടത്തുമ്പോൾ പിന്നെ എപ്പോഴെങ്കിലും രാമനാട്ടിൽ അത് പ്രസംഗിക്കാം, ഭരണഘടന സംബന്ധിച്ച് പറയുമ്പോൾ. പക്ഷെ ശ്രീജിത്ത് പണിക്കർ പറയാണ് ശ്രീരാമന്റെ ചിത്രം ഉള്ളതുകൊണ്ട് ഇത് രാമരാജ്യമാണ് എന്ന്. ഇയാൾ കേരള നിയമസഭേൻ്റെ മുന്നിൽ കൂടെ പോയാൽ നമ്മൾ കുടുങ്ങിപ്പോ കിട്ടോ. കാരണം അവിടെ 2 ആനേൻ്റെ ചിത്രം, ഇയാൾ ശരിക്കും ആനപ്പന്തി അത് MLA-മാരെ സ്ഥലമല്ലേ. ഇതിന് കുതർക്കം എന്നാ പറയുക സഖാക്കളെ. കുതർക്കം എന്ന് പറഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക്? ഒരു മാഷ് കുട്ടികളോട് പറഞ്ഞു, ഇലക്കറികൾ ധാരാളം കഴിച്ചാൽ കണ്ണിന് നല്ല കാഴ്ചശക്തി ഉണ്ടാവുന്നു. അപ്പോൾ ഒരു പൊട്ടൻ ചക്കൻ എണീറ്റെന്ന് ചോദിക്കുക, അതുകൊണ്ട് ആ പൈക്കൾ കണ്ണട വെക്കാത്തതില്ലേ? എന്തെത്താ കുണ്ടനോട് പറയാ? ഇലക്കറികൾ ധാരാളം കഴിച്ചാൽ നല്ല കാഴ്ചശക്തി ഉണ്ടാവുന്നു മാഷ്, ശരിയല്ലേ ഇത്? അപ്പോൾ RSSന്റെ ABV പെറ്റാണേക്കല്ലോ കുട്ടി എണീറ്റെന്ന് ചോദിക്കുക, അതുകൊണ്ടല്ലേ മാഷെ പൈക്കൾ കണ്ണട വെക്കാത്തത്? ഈ ജാതി രാഷ്ട്രീയം പറഞ്ഞാൽ എങ്ങനെയാ? ഇതാണ് കുതർക്കം. ഈ കുതർക്കത്തിന്റെ കുറ്റിയിൽ നമ്മെ കുറുക്കിക്കെട്ടാനുള്ള കുറുക്കൻ കൗശലമാണ് RSS ഉൾപ്പെടെയുള്ള വലതുപക്ഷ തീവ്രവാദ ഫാസിസ്റ്റ് ശക്തികൾ മാധ്യമപ്പടയുടെ പിശുക്കില്ലാത്ത പിന്തുണയോടെ പുലമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. കരുത്തോടെ പ്രതികരിക്കണം. ഗാന്ധിജി പത്രാധിപരായിരുന്നു. 48 ജനുവരി മാസം 30 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണി കഴിഞ്ഞ് 17 മിനിറ്റുള്ളപ്പോൾ ബിർള മന്ദിരത്തിന്റെ പുൽത്തകടിയിൽ വെച്ച് ഗാന്ധിജിയെ വെടിവെച്ച് തുലച്ചു കളഞ്ഞ തെമ്മാടിയായ RSS നേതാവ് നാഥുറാം വിനായക് ഗോഡ്സെയും പത്രാധിപരായിരുന്നു. ഹിന്ദു രാഷ്ട്ര എന്നായിരുന്നു പത്രത്തിന്റെ പേര്.
ഗാന്ധിയും പത്രാധിപരാണ്, ഗോഡ്സെയും പത്രാധിപരാണ്. ലോകം കണ്ട ഏറ്റവും വലിയ നരാധമനായ ഭരണാധികാരി അഡോൾഫ് ഹിറ്റ്ലർ സസ്യബുക്കായിരുന്നു കേട്ടോ. നെത്തലപ്പരിൽ പൊരിച്ച പോലും മൂപ്പര് കൂട്ടിയിട്ടില്ല. അയക്കോറ മുളകിട്ടതല്ല, കുഞ്ഞമ്മത്തി മുളകിട്ട് കൂട്ടിയിട്ടില്ല എന്ന്. സമ്പൂർണ്ണ സസ്യബുക്കായിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. ഗാന്ധി അതെ. പക്ഷെ സഖാക്കളെ, അഡോൾഫ് ഹിറ്റ്ലറുടെ ചരിത്രം എഴുതിയവർ പറയുന്നുണ്ട്, അയാളുടെ മേൽക്കുപ്പായത്തിൻ്റെ ഓവർകോട്ടിൻ്റെ ബട്ടൺ അയാൾ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊന്നൊടുക്കിയ ജൂത ചെറുപ്പക്കാരുടെ അണപ്പല്ലിന് നടുക്ക് തുളയിട്ട് നൂല് കോർത്ത് തുന്നിപ്പിടിപ്പിച്ചതാണ്. മറക്കണ്ട, സസ്യബുക്ക. പക്ഷെ കോട്ടിൻ്റെ ബട്ടൺ ആരാൻ്റെ അണപ്പല്ല. അഡോൾഫ് ഹിറ്റ്ലറുടെ മേശപ്പുറത്തെ കടലാസുകൾ ഫാനിന്റെ കാറ്റിൽ പാറിപ്പോവാതിരിക്കാൻ, പറന്നു പോവാതിരിക്കാൻ ഈ നരാധമനായ തെമ്മാടി പേപ്പർ വെയിറ്റായി ഉപയോഗിച്ചിരുന്നത് ഗ്യാസ് ചേമ്പറുകളിൽ ജീവനൊടുക്കപ്പെട്ട നന്നേ കുരുന്നുകളായ ജൂത കുട്ടികളുടെ തലയോട്ടിയാണ്. അത് പോളിഷ് ചെയ്തിട്ടാ മൂപ്പര് വെച്ച് കണ്ണിന്റെ രണ്ട് ഭാഗത്ത് നടുവിരലും പെരുവിരലിട്ട് പിടിച്ചിട്ട് ഇയാളിങ്ങനെ കറക്കാറുണ്ടായിരുന്നത്രേ. ഞാൻ കൊന്ന കുട്ടീൻ്റെ തലയോട്ടിയാണ്, കിടക്കട്ടെ പേപ്പർ വെയിറ്റ് എന്ന്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഈ കുയുക്തികതയാണ്, സയുക്തികതയല്ല നമ്മുടെ നാട്ടിൽ നന്നായി വിചാരണ ചെയ്യപ്പെടേണ്ടത് എന്ന് നാം തിരിച്ചറിയണം. അതുകൊണ്ട് പത്രക്കാരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, തെറി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തളരില്ല, സ്തുതി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ പൊങ്ങൂല്ല. കാലൻ വന്ന് വിളിച്ചിട്ടും പോകാത്തതെന്തേ ഗോപാല, AKGനോടാ. അത് കേട്ടിട്ട് സഖാവ് AKG ഭാര്യ സുശീലനോട് പെരളശ്ശേരി കണ്ണൂർ ചെന്നിട്ട്, ഇനി വയ്യട്ടോ ഈ ജാതി തെറി കേൾക്കാൻ, ഞാൻ നിർത്തുകയാണ് പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആയില്ലത്ത് കുറ്റിയേരി ഗോപാലൻ നമ്പ്യാർ എന്ന് പറയുന്ന നല്ലൊരു മനുഷ്യനെ കണ്ണൂർക്കാർക്ക്, പെരളശ്ശേരിക്കാർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ പാവങ്ങളുടെ പടത്തലവൻ AKGയെ കിട്ടുമായിരുന്നില്ല. വിക്കാമുക്ക നമ്പൂരി നിന്നെ പിന്നെ കണ്ടോളാന്ന് EMSനെയാ തെറി വിളിച്ചത്. അതും കേട്ടിട്ട് ആര്യ അന്തർജനത്തോട് ഇല്ലത്ത് ചെന്നിട്ട്, വയ്യ ഇനി നമുക്ക് കുട്ടികളെയും നോക്കി ഇവിടെ ഇരിക്കുക, മാലതീനെയും ശ്രീധരനെയും നോക്കിയിട്ട് ഇവിടെ ഇരിക്കുക എന്ന് EMS ഭാര്യനോട് പറഞ്ഞിരുന്നെങ്കിൽ കേരളത്തിൽ ഏലംകുളം മനക്കലെ ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞൊരു നമ്പൂരി ഉണ്ടാവുമായിരുന്നു. ലോകത്തിന് കേരളം സമ്മാനിച്ച മാർക്സിസ്റ്റ് മനീഷി സൈദ്ധാന്തികൻ സഖാവ് EMS ഉണ്ടാകുമായിരുന്നില്ല. അഴിമതിക്കോടെന്ന സഖാവ് അഴീക്കോടനെ വിളിച്ചത് തൃശ്ശൂരിൽ മാത്രമല്ല, കേരളത്തിലാകെ. LDFന്റെ കൺവീനറായിരുന്നു. കൊല്ലപ്പെടുമ്പോൾ സഖാവ് അഴീക്കോടൻ തൊക്കിയങ്ങാടിയിൽ, തൃശ്ശൂരിലെ ചട്ടിയങ്ങാടിയിൽ വെച്ച് കൊല്ലപ്പെടുമ്പോൾ സഖാവ് അഴീക്കോടൻ്റെ മൃതശരീരം അടക്കം ചെയ്ത് അന്ന് വൈകുന്നേരം ചേർന്ന അനുസ്മരണ പൊതുയോഗത്തിൽ കോൺഗ്രസിന്റെ നേതാവ് പാമ്പൻ മാധവൻ കമ്മ്യൂണിസ്റ്റുകാരെ ഇത്തിരി ചീത്ത വിളിച്ചു. എന്തിനാണെന്നറിയോ? ഞാൻ ഇന്നാണ് അഴീക്കോടൻ്റെ വീട്ടിൽ പോയത് ശവശരീരം കാണാൻ. എൻ്റെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ നിങ്ങൾക്ക് നാണല്ലേ? ചോർന്നൊലിക്കുന്ന ഓലപ്പുരയാണത്, കീറത്തലപ്പായാണ് കിടന്നുറങ്ങാൻ. ഇതൊന്നും നന്നാക്കി കൊടുത്തൂടെ? ഇതായിരുന്നു സഖാവ് അഴീക്കോടൻ്റെ അനുസ്മരണ യോഗത്തിൽ, മരിച്ച അന്ന് വൈകുന്നേരം ചേർന്ന അനുശോചന യോഗത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് പാമ്പൻ മാധവൻ തൃശ്ശൂരിൽ നടത്തിയ പ്രസംഗം ഓർക്കുണ്ടോ നിങ്ങൾ? അതുവരെ വിളിച്ചത് എന്താ അറിയോ? അഴിമതിക്കോടെന്ന പറഞ്ഞ ആളുകളടക്കം പാമ്പൻ മാധവൻ വിളിച്ചു എന്നല്ലട്ടോ, കോൺഗ്രസ്സുകാരടക്കം. അന്ന് തൃശ്ശൂരിലൊരു ബസ് മുതലാളി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് 10-40 ബസ് ഉണ്ടായിരുന്നു. ബസ് കമ്പനിയുടെ പേര് AKBS എന്ന, ആനന്ദകൃഷ്ണ ബസ് സർവീസ് എന്ന മുഴുവൻ പേര്. പക്ഷെ മനോരമ എഴുതിയത് AKBSന്റെ അബ്രിവേഷൻ, വിപുലീകരണം. അതിന്റെ മുഴുവൻ അർത്ഥം അഴീക്കോടൻ ബസ് സർവീസ് എന്ന. അത് എഴുതിയ മുതലാങ്ങൾ. അപ്പോ തെറി കേട്ട് ഞങ്ങളുടെ നേതാക്കന്മാർ തകർന്നു പോയിരുന്നുവെങ്കിൽ ഈ പ്രസ്ഥാനമേ ഉണ്ടാവുമായിരുന്നില്ല. സ്തുതി കേട്ട് പൊങ്ങിപ്പോയിരുന്നെങ്കിലോ ഇതെന്നോ തീർന്നു. സഖാവ് EMS പറഞ്ഞിട്ടുണ്ട്, മനോരമ എന്നെപ്പറ്റി 4 വാക്ക് നല്ലത് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ 40 വട്ടം നല്ലോണം ഞാൻ ആലോചിക്കണം, എനിക്ക് എന്തോ കിണ്ടം പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? മനോരമ പത്രം എന്നെപ്പറ്റി 4 വാക്ക് നല്ലത് പറഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ 40 വട്ടം ഞാൻ ആലോചിക്കണം, എനിക്കെന്തോ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതാ ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്. നിങ്ങൾ ഞെക്കിയിട്ടും കൊല്ലും, നടക്കണില്ലെങ്കിൽ നക്കിയിട്ടും കൊല്ലും. കല്യാണിയമ്മേൻ്റെ മൂത്ത മോൻ അമേരിക്കയിൽ നിന്ന് വന്നതേ 15 ദിവസം ഇവിടെ കൂടാനാ. കല്യാണിയമ്മേൻ്റെ മോൻ സുരേഷ് അമേരിക്കയിൽ നിന്ന് പെണ്ണിനെ കല്യാണം കഴിച്ചതാ, മദാമ്മേനെ. കുട്ടി ആടുന്ന ഉണ്ടായത്. വരുമ്പം തന്നെ ജാനുവിനോട് പറഞ്ഞിരുന്നു കല്യാണിയമ്മ അയൽവാസിയോട്, പിന്നെ വന്നാ മൈൻഡ് ചെയ്യൂല, ഇംഗ്ലീഷാണ് ഓള്, എടങ്ങറാവൂലയിക്കും. ജാനു പറഞ്ഞു, ചോരയല്ല കല്യാണി, ഇജ്ജി മിണ്ടാണ്ടിരുന്നോന്ന്. മോനും വരുവോളും പേരക്കുട്ടിയും വന്ന് 15 ദിവസം സുഖമായിട്ട് താമസിച്ച് പിന്നെ പോയതിന് ശേഷം കൊണ്ടുവന്ന ചോക്ലേറ്റ് ബേലിക്ക് കൊടുക്കാൻ ജാനുവിൻ്റെ അടുത്തേക്ക് പോയതാ കല്യാണിയമ്മ.
കല്യാണിയമ്മ പറഞ്ഞു, ഈ പറഞ്ഞോണാണ് പേരക്കുട്ടി പോവാൻ നേരത്ത് ചോറിനുള്ള മേശേന്റെ മുകളിൽ കയറി നിന്നിട്ട് ഗ്രാൻഡ് മാ, ഞാൻ വിചാരിച്ച ആദ്യം എന്തോ ഒരു തെണ്ടിത്തരയിക്കുന്നു. മോനോട് ചോദിച്ചപ്പോഴാ പറഞ്ഞു അമ്മൂമ്മേന്നാണ് എന്ന്. 9 മിനിറ്റ് അന്നെ ഉമ്മ വെച്ചത്. കുട്ടിക്ക് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും അച്ഛമ്മേനെ മറന്നു പോയിട്ടില്ല. അപ്പൊ ജാന് പറഞ്ഞു, എന്നോട് ഞാൻ നാളെ പറഞ്ഞില്ല കല്യാണിയെ, ചോരയാണ്, ഭാഷ എന്തായാലും കുഴപ്പമില്ലാന്ന്. ഇതൊക്കെ പറഞ്ഞ് കൊണ്ടുവന്ന ചോക്ലേറ്റ് ലീലേന്റെ മോന് കൊടുത്താളാന്ന് അറിഞ്ഞ് ജാനുവിന് കൊടുത്ത് വേലിക്കൊന്നും ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് ജാനു കല്യാണീന്റെ വലത്തെ കാതിൽ നോക്കണത്. 1.5 പവന്റെ കമ്മല് കാണാനില്ല, കുണ്ടം തൊള്ളയിലാക്കി വിട്ടതാ. പാവ അമ്മൂമ്മ വിചാരിച്ച 9 മിനിറ്റ് ഗ്രാൻഡ് മാ എന്ന് പറഞ്ഞ അമ്മൂമ്മേനുള്ള സ്നേഹം കൊണ്ടാന്ന. അല്ല, ചെക്കൻ ജിമിക്കീന്റെ അറ്റ് കിട്ടാനുള്ള സമയം അഡ്ജസ്റ്റ് ചെയ്തതാ. കടിച്ചിട്ട് മുറിയണ്ടേ കുരിപ്പ്, അതിനുകൊണ്ട് 9 മിനിറ്റ് കടിച്ച്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, ഇടതുപക്ഷത്തെ ഉമ്മ വെച്ച് കാതിലെ കമ്മല് തൊള്ളയിലാക്കി പോകുന്ന വീരന്മാരുണ്ടോയെന്നും നോക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കഴുത്തറക്കുന്ന, ഇടതുപക്ഷത്തിന്റെ അടി തകർക്കുന്ന വൃത്തികെട്ട വർഗീയവാദികളും വിധ്വംസകവാദികളും മതതീവ്രവാദികളും ഉണ്ടോ എന്ന് നാം നോക്കണം. രണ്ടു കൂട്ടർക്കുമെതിരായി അതിശക്തമായ രാഷ്ട്രീയ നിലപാട് നമുക്ക് സ്വീകരിച്ചു പോകാനാവണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ശരിയുടെ ശിരസറുക്കുന്ന, സത്യത്തിന്റെ ശവമടക്കം നടത്തുന്ന, സംവാദത്തെ സ്തംഭിപ്പിക്കുന്ന, ആലോചനകളാവേണ്ടതില്ല എന്ന് ആക്രോശിക്കുന്ന, അന്വേഷണങ്ങൾ അരുത് എന്ന് കൽപ്പിക്കുന്ന, സത്യത്തിന്റെ സൂര്യശോഭയെ കളവുകളുടെ കെട്ട കാർമേഘം ഘോഷയാത്ര കൊണ്ട് തടുക്കാൻ ശ്രമിക്കുന്ന, നേരിന്റെ നക്ഷത്രത്തിളക്കത്തിന്റെ കണ്ണുകളെ നെറികേടിന്റെയും അസത്യപ്രചരണത്തിന്റെയും ഉരുക്കു സൂചിമുന കൊണ്ട് കുത്തിപ്പൊട്ടിക്കാൻ നോക്കുന്ന ഈ വൃത്തികെട്ടവർക്കെതിരായി വിറയ്ക്കാതെ, വിനയത്തോടെ, വിട്ടുവീഴ്ചയില്ലാതെ ഉശിരാർന്ന രാഷ്ട്രീയ പോരാട്ടം നല്ല ബോധ്യത്തോടെ നടത്തുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായ നമുക്ക് ചെയ്യാനുള്ളത്. ആ കടമ നിങ്ങൾ ഏറ്റെടുക്കണം. എന്തുകൊണ്ട് കേരളം എന്ന ചോദ്യം നിൽക്കുകയാണ്. ലോകത്തിന്റെ ഇങ്ങേ മൂലക്കുള്ള ഒരു രാജ്യത്തിന്റെ ഇങ്ങേ അറ്റത്തുള്ള ഒരു പൊട്ട്, ഇതല്ലടോ കേരളം. ഈ താവട്ടത്തിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരങ്ങോട്ട് ഭരിച്ചില്ല. സാമ്രാജ്യത്വം എന്നൊക്കെയാണല്ലോ നിങ്ങൾ പ്രസംഗിക്കുക. സാമ്രാജ്യത്വത്തിന് എന്ത് പിണറായിയടോ? ഇവിടെ ആകെ കോഴിമുട്ടേന്റെ വട്ടത്തിലുള്ള ഒരു നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകാരെ കൊടി പാറിയിട്ട് സാമ്രാജ്യത്വത്തിന് എന്താണ് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടില്ല നിങ്ങൾ? CIA സാമ്രാജ്യത്വം എന്നൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാർ വായ തുറന്നാ പ്രസംഗിക്കുക. ബടായി പറയാണ് സാമ്രാജ്യത്വം കേരളത്തെ കാണുന്നേയില്ല എന്നൊക്കെയാണ് അവരുടെ ഭാഷ്യം. തെറ്റാണ് സഖാക്കളെ. 1957 അധികാരത്തിൽ വന്ന സഖാവ് EMSന്റെ ഗവൺമെന്റിനെ നെഹ്റു ഇന്ദിരയുടെ പ്രേരണയാൽ പിരിച്ചുവിടാനിടയായ വിമോചന സമരത്തിന് കോടികൾ ഫണ്ട് നൽകിയത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് CPIയുടെ രേഖകളല്ല. പിന്നെയോ അക്കാലത്ത് 1957-59 കാലത്ത് ഇന്ത്യ രാജ്യത്തിൽ അമേരിക്കയുടെ അംബാസിഡറായി സേവനമനുഷ്ഠിച്ചിരുന്ന ഡൊമിനിക് പാട്രിക് മൊഹിനിയാൻ എന്ന മനുഷ്യൻ പിന്നീട് ആത്മകഥാംശം മുറ്റി നിൽക്കുന്ന ഒരു ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. ക്ഷമിക്കണം, അദ്ദേഹത്തിന്റെ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിന്റെ പേര് ദ ഡേഞ്ചറസ് പ്ലേസ് എന്നാണ്. അപകടകരമായ സ്ഥലം എന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റാം. ആ പുസ്തകത്തിൽ അയാൾ പറയാണ്, വിമോചന സമരത്തിന് കോടിക്കണക്കിന് ഡോളറാണ് അമേരിക്കൻ സാമ്രാജ്യത്വം CIA ഏജന്റ് മുഖേന അഫ്ഗാനിസ്ഥാൻ, ബർമ്മ, ഇപ്പോൾ വിളിക്കുന്ന മ്യാൻമർ, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നീ അയൽ രാജ്യങ്ങൾ വഴി കേരളത്തിലേക്ക് പമ്പ് ചെയ്തത്. എവിടേക്ക്? ഇന്ത്യയിലേക്കല്ല, കേരളത്തിലേക്ക് പമ്പ് ചെയ്തത്. സഖാക്കളെ, നാം അതൊന്ന് ആലോചിക്കണം. കേരളം എന്ന് പറഞ്ഞ ടാവട്ടം സാമ്രാജ്യത്വത്തിന് എന്ത് കാര്യം എന്ന് ചോദിച്ചതിനെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുന്ന, സമീകരിക്കാൻ ശ്രമിക്കുന്ന ഈ രാഷ്ട്രീയ ബുദ്ധിജീവികളോട്, ഇടതുപക്ഷ തീവ്രവാദികളോട് കണക്കു പറയാൻ ഈ രാഷ്ട്രീയ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് എന്ന് നാം തിരിച്ചറിയണം. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഭരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തോട് ചിറ്റമ്മ നയം സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരോട് ഉറക്കെ പറയാൻ കഴിയണം, പൊരുതി ചത്താലും തോറ്റുമടങ്ങില്ല വിപ്ലവ കേരളം എന്നുറക്കെ നമുക്ക് പറയാൻ കഴിയണം. ഞങ്ങൾക്ക് മരണം വരിക്കേണ്ടി വന്നാലും നിങ്ങളുടെ നെറികേടുകൾക്ക് ശരണം വിളിക്കാൻ കേരളത്തിലെ ഒരു കൊച്ചുകുട്ടിയെപ്പോലും കിട്ടില്ല എന്നുറക്കെ പറയാൻ നമുക്ക് കഴിയണം. അതിനുള്ള രാഷ്ട്രീയ നിലപാടൊരുക്കാനാണ്
രാഷ്ട്രീയ മണ്ണൊരുക്കാനാണ് കേരളം യഥാർത്ഥത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്താണ്, നമ്മുടെ യഥാർത്ഥ വസ്തുത എന്താണ്, സത്യം എന്താണ് എന്ന് ശരിയായ അർത്ഥത്തിൽ ജനങ്ങളെ പഠിപ്പിക്കാനാണ് സഖാക്കളെ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായിയും കേരളത്തിലെ MLA-മാരും MP-മാരും മന്ത്രിമാരും അടക്കം കടുത്ത തണുപ്പിനെ വകവെക്കാതെ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ രാവിലെ മുതൽ ഉച്ചവരെയുള്ള ഉജ്ജ്വലമായ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് കേരളത്തിന്റെ ശബ്ദം ഡൽഹിയിൽ ഇടിമുഴക്കം പോലെ പ്രതിധ്വനിപ്പിച്ചത്, പ്രകമ്പനം കൊള്ളിച്ചത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഇന്ത്യ രാജ്യത്തിലെ പ്രബല ദേശീയ രാഷ്ട്രീയ കക്ഷികളുടെ പ്രമുഖരായ നേതാക്കന്മാർ മനസ്സുകൊണ്ടും സാന്നിധ്യം കൊണ്ടും ആ സമരത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വർത്തമാന പത്രങ്ങൾ നാളെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ തന്നെ വിവരങ്ങൾ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്, ആഹ്വാനം ചെയ്യുന്നത് നിയമപരമായ പോരാട്ടത്തിലൂടെയും കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ അണിനിരത്തി, ഞങ്ങളുടെ ഭാഷ കൃത്യമാണ്, CPM-കാരെ അല്ല, LDF-കാരെ അല്ല, കേരളത്തിലെ 3.5 കോടി മലയാളികളെ അണിനിരത്തി ജനകീയ പ്രതിഷേധത്തിന്റെ മണ്ഡലത്തിലും സാധ്യമായ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ച് നിയമപരമായും ഈ കടുത്ത അനീതിക്കെതിരായി, കണ്ണിൽ ചോരയില്ലാത്ത വൃത്തികേടുകൾക്കെതിരായി അതിശക്തമായ രാഷ്ട്രീയ മുന്നേറ്റം, ജനകീയ പ്രതിഷേധം, വലിയ മുന്നേറ്റം ഈ പ്രശ്നത്തിൽ ഉയർത്തിക്കൊണ്ടുവരണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആഗ്രഹിക്കുന്നത്. ആ പോരാട്ടത്തിന്റെ ഭാഗം കൂടിയാണ് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ, സത്യം എന്താണെന്ന് ജനങ്ങളോട് വിളിച്ചു പറയാൻ ഇത്തരത്തിലുള്ളൊരു സംവിധാനവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വന്നിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പുത്രനിർവിശേഷവും സഹോദര തുല്യവുമായ സ്നേഹാദരവുകൾ, നേരിന്റെ രാഷ്ട്രീയത്തിനും നെറിയുടെ നിലപാടിനും ഞങ്ങൾക്കൊപ്പം നിന്ന ഈ നാട്ടിലെ സകല ജനാധിപത്യ സുമനസ്സുകളും പൂർവാധികം ശക്തിയോടെ മുമ്പില്ലാത്ത വിധം മുൻപന്തിയിൽ നിന്ന് ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളോടൊപ്പം നിൽക്കണം എന്ന് മാത്രം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത, ഈ ബഹുജന സദസ്സിൽ പങ്കെടുത്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞങ്ങളുടെ ഈ പരിപാടിക്ക് കേരളത്തിന്റെ ശരി മനസ്സിലാക്കി, ഇതിന്റെ നേരും നെറിയും മനസ്സിലാക്കി ധാർമ്മിക പിന്തുണ നൽകാനെത്തിയ ഞങ്ങളുടേതല്ലാത്ത രാഷ്ട്രീയ എതിർചേരിയിൽപ്പെട്ടവരുൾപ്പെടെയുള്ള എല്ലാ ജനാധിപത്യ സുമനസ്സുകളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി സാഹോദര്യ നിർഭരമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ.